ലോർഡ് ഡെൻസാനി എഴുതിയ ദ കിങ് ഓഫ് എൽഫ്ലാൻഡ്സ് ഡോട്ടർ എന്ന വിശ്വവിഖ്യാതമായ ഫാന്റസി നോവലിലേക്ക് സ്വാഗതം. 1924 പ്രസിദ്ധീകരിച്ച ഈ കൃതി ആധുനിക ഫാന്റസി സാഹിത്യത്തിന് വലിയ പ്രചോദനമായി തീർന്നു. മാന്ത്രിക ലോകവും മനുഷ്യലോകവും തമ്മിലുള്ള അതിരുകൾ, പ്രണയം, വേർപാട് എന്നിവയെക്കുറിച്ചുള്ള 38 അധ്യായങ്ങളുള്ള ഒരു മനോഹരമായ കഥയാണ് ഈ പുസ്തകം. അധ്യായം 1. എർലിലെ പാർലമെന്റിന്റെ പദ്ധതി. മുട്ടുവരെ എത്തുന്ന ചുവപ്പുനിറമുള്ള തുകൽ കുപ്പായങ്ങൾ അണിഞ്ഞ് എർൽ ദേശത്തെ പുരുഷന്മാർ തങ്ങളുടെ പ്രഭുവിന്റെ മുന്നിൽ ഹാജരായി. നീണ്ട ചുവപ്പുനിറമുള്ള മുറിയിൽ താടി നരച്ച ആ ഗംഭീരനായ മനുഷ്യൻ തന്റെ കൊറ്റുപണികളുള്ള കസേരയിൽ ചാരിയിരുന്ന് അവരുടെ വക്താവ് പറയുന്നത് ശ്രദ്ധിച്ചു. അങ്ങനെ ആ വക്താവ് പറഞ്ഞു തുടങ്ങി. അങ്ങുൾപ്പെടെ അങ്ങയുടെ പൂർവീകർ 700 വർഷമായി ഞങ്ങളെ ഭരിച്ചു. അവരുടെ വീരകൃത്യങ്ങൾ ഇന്നും ചെറിയ പാട്ടുകളായി പാടി നടക്കുന്ന ചെറുഗായകർ ഞങ്ങൾക്കിടയിലുണ്ട്. എങ്കിലും തലമുറകൾ കടന്നുപോകുന്നു, പുതിയതായി ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. നിങ്ങൾക്ക് എന്താണു വേണ്ടത്? പ്രഭു ചോദിച്ചു. ഞങ്ങളെ ഒരു മാന്ത്രിക പ്രഭു ഭരിക്കണം, അവർ പറഞ്ഞു. അങ്ങനെയാവട്ടെ, പ്രഭു മറുപടി നൽകി. എന്റെ ജനങ്ങൾ പാർലമെന്റിൽ ഇങ്ങനെയൊരാവശ്യം ഉന്നയിച്ചിട്ട് 500 വർഷമായി. നിങ്ങളുടെ പാർലമെന്റ് എന്തു പറയുന്നുവോ അത് എപ്പോഴും അങ്ങനെ തന്നെയാവും. നിങ്ങൾ പറഞ്ഞു, അതങ്ങനെ തന്നെ നടക്കട്ടെ. അദ്ദേഹം കൈയുയർത്തി അവരെ അനുഗ്രഹിച്ചു. അവർ മടങ്ങി. അവർ തങ്ങളുടെ പുരാതനമായ ജോലികളിലേക്ക് തിരിച്ചുപോയി. കുതിരക്കുളമ്പിൽ ഇരുമ്പടിക്കുന്നതിനും തുകൽപ്പണി ചെയ്യുന്നതിനും പൂന്തോട്ടങ്ങൾ പരിപാലിക്കുന്നതിനും ഭൂമിയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും അവർ പഴയ വഴികളിലൂടെ സഞ്ചരിച്ചു, ഒരു പുതുമയ്ക്കായി കാത്തിരുന്നു. എന്നാൽ ആ വയസ്സായ പ്രഭു തന്റെ മൂത്ത മകനെ തന്റെ മുന്നിൽ ഹാജരാക്കാൻ ആജ്ഞാപിച്ചു. അധികം താമസിയാതെ ആ യുവാവ് അദ്ദേഹത്തിന്റെ മുന്നിലെത്തി. പ്രഭു ഇരുന്ന അതേ കൊത്തുപണികളുള്ള കസേരയിൽ കന്നെയാണ് അയാൾ വന്നുമിരുന്നത്. വൈകുന്നേരമായി തുടങ്ങിയപ്പോൾ ഉയർന്ന ജനലുകളിലൂടെ വന്ന വെളിച്ചത്തിൽ ആ വൃദ്ധന്റെ കണ്ണുകൾ തന്റെ കാലത്തിനപ്പുറമുള്ള ഭാവിയിലേക്ക് ദൂരേക്ക് നോക്കുന്നത് കണ്ടു. അവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹം മകന് തന്റെ ആജ്ഞ നൽകി. എന്റെ ഈ ദിവസങ്ങൾ അവസാനിക്കുന്നതിനു മുൻപ് നീ പുറപ്പെടണം, അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് വേഗത്തിൽ പോകുക. ഇവിടെ നിന്ന് കിഴക്കോട്ട് പോകുക. നമുക്കറിയാവുന്ന വയലുകൾ കടക്കുക. ഫെയർലാൻഡിന് സ്വന്തമായ ഭൂമികൾ നീ കാണും. അതിന്റെ അതിർത്തി, അതൊരു സന്ധ്യയാണ്. അത് മുറിച്ചു കടക്കുക. അപ്പോൾ പാട്ടുകളിൽ മാത്രം കേട്ടിട്ടുള്ള ആ കൊട്ടാരത്തിലെത്തും. അത് ഇവിടെ നിന്ന് വളരെ ദൂരെയാണല്ലോ, യുവപുരുഷനായ അൽവറിക് പറഞ്ഞു. അതെ, അത് ദൂരെയാണ്, അച്ഛൻ മറുപടി നൽകി. അതുപോലെ തിരികെ വരാൻ ഇതിലും ദൂരമുണ്ട്, ആ യുവപുരുഷൻ പറഞ്ഞു. കാരണം ആ വയലുകളിലെ ദൂരങ്ങൾ ഇവിടത്തേതുപോലെയല്ല. അതെ, അങ്ങനെ തന്നെ, അച്ഛൻ പറഞ്ഞു. ഞാൻ ആ കൊട്ടാരത്തിലെത്തിയാൽ എന്നോട് എന്താണ് ചെയ്യാനാണ് അങ്ങ് ആവശ്യപ്പെടുന്നത്? മകൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛൻ പറഞ്ഞു, കിങ് ഓഫ് എൽഫ്ലാൻഡിന്റെ മകളെ വിവാഹം കഴിക്കാൻ. അവളുടെ സൗന്ദര്യത്തെക്കുറിച്ചും ഐസ് കിരീടത്തെക്കുറിച്ചും പുരാണങ്ങളിലെ മന്ത്രങ്ങൾ വർണ്ണിച്ചിട്ടുള്ള അവളുടെ മധുരത്തെക്കുറിച്ചും ആ യുവാവ് ഓർത്തു. ചെറിയ സ്ട്രോബറികൾ വളരുന്ന കാട്ടുകുന്നുകളിൽ സന്ധ്യാസമയത്തും നേരിയ നക്ഷത്രവെളിച്ചത്തിലും അവളെക്കുറിച്ച് പാട്ടുകൾ പാടി നടന്നിരുന്നു. ആ ഗായകരെ അന്വേഷിച്ചു പോയാൽ ആരെയും അവിടെ കാണില്ലായിരുന്നു. ചിലപ്പോൾ അവളുടെ പേര് മാത്രം മൃദുവായി വീണ്ടും വീണ്ടും പാടിയിരുന്നു. അവളുടെ പേര് ലിറാസൽ എന്നായിരുന്നു. അവൾ മാന്ത്രിക വംശത്തിലെ ഒരു രാജകുമാരിയായിരുന്നു. ദേവന്മാർ തങ്ങളുടെ നിഴലുകളെ അവളുടെ മാമോദീസയ്ക്കായി അയച്ചിരുന്നു. യക്ഷികളും പോകുമായിരുന്നു. എന്നാൽ ദേവന്മാരുടെ നീണ്ട ഇരുണ്ട നിഴലുകൾ തങ്ങളുടെ മഞ്ഞുപുൽമേടുകളിലൂടെ നീങ്ങുന്നത് കണ്ട് അവർ ഭയപ്പെട്ടു. അതുകൊണ്ട് അവർ ഇളം പിങ്ക് നിറമുള്ള അനിമോൺ പൂക്കളുടെ കൂട്ടത്തിൽ ഒളിച്ചിരുന്ന് അവിടെ നിന്നുകൊണ്ട് ലിറാസലിനെ അനുഗ്രഹിച്ചു. എന്റെ ജനങ്ങൾ തങ്ങളെ ഭരിക്കാൻ ഒരു മാന്ത്രിക പ്രഭുവിനെ ആവശ്യപ്പെടുന്നു. അവർ വിവേകമില്ലാതെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് എന്താണ് കൊണ്ടുവരിക എന്നത് അവരുടെ മുഖം കാണിക്കാത്ത ഇരുണ്ടവർക്ക് മാത്രമേ അറിയൂ. എന്നാൽ ഞങ്ങൾ കാഴ്ചയില്ലാത്തവർ പഴയ ആചാരങ്ങൾ പിന്തുടർന്ന് ഞങ്ങളുടെ ജനങ്ങൾ പാർലമെന്റിൽ പറയുന്നതുപോലെ ചെയ്യുന്നു. അവർക്കറിയാത്തൊരു വിവേകത്തിന്റെ ആത്മാവ് പലപ്പോഴും അവരെ രക്ഷിച്ചേക്കും. അതുകൊണ്ട് നീ പുറപ്പെടുക. ഫെയർലാൻഡിൽ നിന്ന് വരുന്ന വെളിച്ചത്തിലേക്ക് മുഖം തിരിച്ചു നടക്കുക.
സൂര്യാസ്തമയത്തിനും നക്ഷത്രങ്ങൾ ഉദിക്കുന്നതിനുമിടയിലുള്ള ആ സന്ധ്യയെ നേരിയതായി പ്രകാശിപ്പിക്കുന്ന ആ വെളിച്ചം നിന്നെ അതിർത്തിയിലെത്തുന്നതുവരെയും നമുക്കറിയാവുന്ന വയലുകൾ കടക്കുന്നതും വരെയും നയിക്കും. പിന്നീട് അദ്ദേഹം തന്റെ തുകൽ വാർബെൽറ്റും അരക്കട്ടയും അഴിച്ചുമാറ്റി തന്റെ വലിയ വാൾ മകന് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നമ്മുടെ കുടുംബത്തെ കാലങ്ങളായി ഈ ദിവസത്തേക്ക് കൊണ്ടുവന്നത് നമുക്കറിയാവുന്ന വയലുകൾക്കപ്പുറത്ത് നീ സഞ്ചരിച്ചാലും നിന്നെ എപ്പോൾ കാത്തുരക്ഷിക്കും. അയാൾ വാൾ സ്വീകരിച്ചു. എന്നാൽ അങ്ങനെയൊരു വാൾ തന്നെ സഹായിക്കില്ല എന്ന് അവൻ അറിഞ്ഞു. ഏൾ കോട്ടയ്ക്ക് സമീപം ഉയർന്ന പ്രദേശത്ത് ഇടിമിന്നലുകൾക്ക് സമീപം ഒരു ഏകാന്തയായ മന്ത്രവാദിനി താമസിച്ചിരുന്നു. വേനൽക്കാലത്ത് കുന്നുകളിലൂടെ ഇടിമിന്നൽ ഉരുണ്ടുപോകുമായിരുന്നു. അവൾ അവിടെ ഒറ്റയ്ക്ക് ഒരു ചെറിയ ഓലക്കുടിലിൽ താമസിച്ചു. ഇടിമിന്നലുകൾ ശേഖരിക്കാനായി ഉയർന്ന വയലുകളിലൂടെ ഒറ്റയ്ക്ക് അലഞ്ഞു നടന്നു. ഭൗമികമായ ഒരു നിർമ്മാണവുമില്ലാത്ത ഈ ഇടിമിന്നലുകൾ ഉപയോഗിച്ച് അനുയോജ്യമായ മന്ത്രങ്ങളാൽ ഭൗമേതരമായ അപകടങ്ങളെ നേരിടാൻ കഴിയുന്ന ആയുധങ്ങൾ നിർമ്മിച്ചിരുന്നു. ഈ മന്ത്രവാദിനി വസന്തകാലത്തെ ചില സമയങ്ങളിൽ തന്റെ സൗന്ദര്യമുള്ള ഒരു യുവതിയുടെ രൂപം ധരിച്ച് ഏളിലെ പൂന്തോട്ടങ്ങളിലെ ഉയരം കൂടിയ പൂക്കൾക്കിടയിൽ പാട്ടുപാടി നടക്കുമായിരുന്നു. ഹോക്ക് മൂത്തുകൾ ഓരോ പൂവിൽ നിന്നും അടുത്ത പൂവിലേക്ക് ആദ്യമളി പറന്നുപോകുന്ന സമയത്താണ് അവൾ പോയിരുന്നത്. അവളെ കണ്ട ചുരുക്കം ചിലരിൽ ഏളിലെ പ്രഭുവിന്റെ ഈ മകനും ഉൾപ്പെട്ടിരുന്നു. അവളെ സ്നേഹിക്കുന്നത് ഒരു ദുരന്തമായിരുന്നിട്ടും അത് പുരുഷന്മാരുടെ ചിന്തകളെ സത്യമായ കാര്യങ്ങളിൽ നിന്നും അകറ്റിയിട്ടും അവളുടേതല്ലാത്ത ആ രൂപത്തിന്റെ സൗന്ദര്യം അവനെ ആഴത്തിലുള്ള യുവനേത്രങ്ങളാൽ അവളെ നോക്കാൻ പ്രേരിപ്പിച്ചു. ഒടുവിൽ അവളെ സന്തോഷിപ്പിക്കാനോ അല്ലെങ്കിൽ ദയ കൊണ്ടോ അവളുടെ വിദ്യകൾക്ക് എളുപ്പം നശിപ്പിക്കാമായിരുന്ന അവനെ അവൾ ഒഴിവാക്കി. തൽക്ഷണം ആ പൂന്തോട്ടത്തിൽ വച്ച് അവൾ രൂപം മാറി ഒരു ഭീകര മന്ത്രവാദിനിയുടെ യഥാർത്ഥ രൂപം അവന് കാണിച്ചുകൊടുത്തു. എന്നിട്ടും അവന്റെ കണ്ണുകൾ ഉടൻ തന്നെ അവളെ ഉപേക്ഷിച്ചില്ല. അവന്റെ നോട്ടം ആ ചുക്കിച്ചൊളിഞ്ഞ രൂപത്തിൽ തങ്ങിനിന്ന ആ നിമിഷങ്ങളിൽ ക്രിസ്ത്യാനികൾക്കറിയാവുന്ന ഒരു മായ കൊണ്ടും വാങ്ങാനോ നേടാനോ കഴിയാത്ത അവളുടെ നന്ദി അവന് ലഭിച്ചു. അവൾ അവനെ കൈകാണിച്ചു വിളിച്ചു. അവൻ അവളെ പിന്തുടർന്നു. അവളുടെ ഇടിമിന്നലുള്ള കുന്നിൽ വച്ച് അവൻ അവളിൽ നിന്നും ഒരു കാര്യം പഠിച്ചു. ആവശ്യമുള്ള ദിവസം ഭൂമിയിൽ നിന്നല്ലാത്ത ലോഹങ്ങൾ കൊണ്ട് ഒരു വാൾ നിർമ്മിക്കാൻ കഴിയുമെന്നും അതിൽ ഭൗമികമായ വാളുകളുടെ കുത്തുകളെ തീർച്ചയായും തടയാൻ കഴിയുന്നതും 3 പ്രധാന മന്ത്രങ്ങൾ ഒഴികെ എൽഫ്ലാൻഡിലെ ആയുധങ്ങളെപ്പോലും പരാജയപ്പെടുത്താൻ കഴിയുന്നതുമായ മന്ത്രങ്ങൾ ആലേഖനം ചെയ്യുമെന്നും പഠിച്ചു. അവൻ തന്റെ അച്ഛന്റെ വാൾ സ്വീകരിച്ചപ്പോൾ അവൻ ആ മന്ത്രവാദിനിയെക്കുറിച്ച് ചിന്തിച്ചു. ഏൾ കോട്ടയ്ക്കുള്ളിൽ നിന്നും പുറപ്പെട്ടപ്പോൾ താഴ്വരയിൽ ഇരുട്ടായി തുടങ്ങിയിരുന്നില്ല. അവൻ അതിവേഗം മന്ത്രവാദിനിയുടെ കുന്നിലേക്ക് കയറി. അവൾക്കരികിലെത്തിയപ്പോൾ കുന്നിന്റെ ഏറ്റവും ഉയർന്ന ഭാഗത്തുള്ള പാടങ്ങളിൽ നേറിയ വെളിച്ചം അവശേഷിച്ചിരുന്നു. അവിടെ തുറന്ന സ്ഥലത്ത് തീയിലിട്ട് അവൾ എല്ലുകൾ കത്തിക്കുന്നത് അവൻ കണ്ടു. അവൻ അവളോട് തന്റെ ആവശ്യം വന്നതെന്ന് പറഞ്ഞു. അവൾ തന്റെ പൂന്തോട്ടത്തിൽ കാബേജുകൾക്കടിയിലെ മൃദുവായ മണ്ണിൽ ഇടിമിന്നലുകൾ ശേഖരിക്കാനായി അവനോട് പറഞ്ഞു. അങ്ങനെ ഓരോ നിമിഷവും മങ്ങിക്കൊണ്ടിരുന്ന കണ്ണുകളോടെ അവന്റെ വിരലുകൾക്ക് ആ ഇടിമിന്നലുകളുടെ വിചിത്രമായ ഉപരിതലത്തിൽ പരിചയമായി തുടങ്ങി. ഇരുട്ടവനെ മൂടുന്നതിനു മുൻപ് അവൻ 17 കണ്ടെത്തി. ഇവയെ അവൻ ഒരു പട്ടുതൂവാലയിൽ കെട്ടി മന്ത്രവാദിനിയുടെ അടുത്തേക്ക് തിരികെ കൊണ്ടുവന്നു. പുല്ലിൽ അവളുടെ അടുത്തായി അവൻ ആ ഭൂമിക്ക് അപരിചിതരായ വസ്തുക്കൾ വെച്ചു. അവ നമുക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത പാതകളിൽ നിന്ന് ഇടിമിന്നലുകളാൽ കുലുങ്ങി അവളുടെ മാന്ത്രിക പൂന്തോട്ടത്തിലേക്ക് വന്നവയാണ്. അവയ്ക്ക് സ്വയം മാന്ത്രിക ശക്തിയില്ലായിരുന്നുവെങ്കിലും അവളുടെ മന്ത്രങ്ങൾക്ക് നൽകാൻ കഴിയുന്ന മാന്ത്രിക ശക്തി വഹിക്കാൻ അവ വളരെ അനുയോജ്യമായിരുന്നു. അവൾ ഒരു ഭൗതികവാദിയുടെ തുടയുല്ലി താഴെ വെച്ചു. ആ ഇടിമിന്നലുകളാൽ വന്നവയിലേക്ക് തിരിഞ്ഞു. അവയെയെല്ലാം അവൾ തന്റെ തീയിനരികെ ഒരു നേർരേഖയിൽ ക്രമീകരിച്ചു. എന്നിട്ട് അവയ്ക്ക് മുകളിലേക്ക് കത്തുന്ന മരക്കഷ്ണങ്ങളും കനലുകളും അവൾ മറിച്ചിട്ടു. മന്ത്രവാദിനികളുടെ ചെങ്കോലായ എബോൻ വടികൊണ്ട് അവയെ അമർത്തി. അങ്ങനെ അവൾ ഈതർ ഭവനത്തിൽ നിന്നും നമ്മെ സന്ദർശിച്ച ആ 17 കഷ്ണങ്ങളെ ആഴത്തിൽ മൂടി.
പിന്നീടവൾ തീയിൽ നിന്നും പിന്നോട്ടു മാറി കൈകൾ നീട്ടി ഒരു ഭയാനക മന്ത്രം ഉച്ചരിച്ച് അതിനെ പെട്ടെന്ന് കത്തിച്ചു. തീജ്വാലകൾ അത്ഭുതത്തോടെ ഉയർന്നുപൊങ്ങി. രാത്രിയിൽ ഒറ്റയ്ക്കായിരുന്ന ആ തീ പെട്ടെന്ന് ഭയപ്പെടുത്തുന്നൊരു രൂപമായി ജ്വലിച്ചു. അവളുടെ മന്ത്രങ്ങളാൽ ഉണർന്ന പച്ചനിറമുള്ള തീജ്വാലകൾ ഉയർന്നുപൊങ്ങിയും തീയുടെ ചൂട് വർദ്ധിച്ചപ്പോഴും അവൾ കുറച്ചുകൂടി പിന്നോട്ടു മാറി തന്റെ മന്ത്രങ്ങൾ അല്പം കൂടി ഉച്ചത്തിൽ ഉച്ചരിച്ചു. ഹീത്തിൽ കടന്ന ഓക്കമരക്കഷ്ണങ്ങൾ തീയിലിടാൻ അൽവറിക്കിനോട് പറഞ്ഞു. അവൻ ഇട്ടപ്പോൾ തന്നെ അവയെ ചൂട് വിഴുങ്ങി. മന്ത്രവാദിനി തന്റെ ഉച്ചത്തിലുള്ള മന്ത്രങ്ങൾ തുടർന്നു. തീജ്വാലകൾ കാടുകളത്തെ പോലെ പച്ചയായി നൃത്തം ചെയ്തു. താഴെ കനലുകൾക്കിടയിൽ ഒരിക്കൽ സ്വതന്ത്രമായി സഞ്ചരിച്ചപ്പോൾ ഭൂമിയുടെ പാതകളെ കടന്നുപോയ ആ 17 കഷ്ണങ്ങൾ അവർ ഇവിടെയെത്തിയ ആ ഭീകരമായ യാത്രയിൽ അവർ അറിഞ്ഞതിനേക്കാൾ വലിയ ചൂട് വീണ്ടും അറിഞ്ഞു. അൽവരിക്കിന് തീയിനരികിലെത്താൻ കഴിയാവായപ്പോഴും മന്ത്രവാദിനി കുറച്ച് യാർഡുകൾ അകലെ നിന്നും മന്ത്രങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞപ്പോഴും മാന്ത്രിക ജ്വാലകൾ ചാരങ്ങളെല്ലാം കത്തിച്ചു കളഞ്ഞു. ആ കുന്നിൽ ജ്വലിച്ച ആ അത്ഭുത കാഴ്ച പെട്ടെന്ന് നിലച്ചു. തെർമൈറ്റ് പൊട്ടിത്തെറിച്ചപ്പോൾ തിളങ്ങുന്ന ദുഷിച്ച കുളം പോലെ നിലത്ത് ഒരു തിളങ്ങുന്ന വൃത്തം മാത്രം അവശേഷിച്ചു. ആ തിളക്കത്തിൽ ദ്രാവകാവസ്ഥയിൽ തന്നെ ആ വാൾ പരന്നുകിടന്നു. മന്ത്രവാദിനി അതിനടുത്തേക്ക് ചെന്ന് തന്റെ തുടയിൽ നിന്നൊരു വാളെടുത്ത് അതിന്റെ അരികുകൾ മൂർച്ച കൂട്ടി. പിന്നീട് അവൾ നിലത്ത് അതിനടുത്തിരുന്ന് അത് തണുക്കുന്നതുവരെ അതിന് പാട്ടുപാടി. തീജ്വാലികളെ പ്രകോപിപ്പിച്ച് വലിയ ഓക്കുതടികളെപ്പോലും ചുരുക്കിക്കളഞ്ഞ മന്ത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു അവൾ വാളിനു പാടിയ പാട്ട്. മനുഷ്യരറിയാത്ത കാട്ടുപൂന്തോട്ടങ്ങളിൽ നിന്ന് വേനൽക്കാലത്ത് വീശുന്ന കാറ്റുപോലെ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടതും സ്വപ്നങ്ങളിൽ മാത്രം ശേഷിക്കുന്നതുമായ താഴ്വരകളിലൂടെ ഒഴുകുന്ന ഒരു രാഗമായിരുന്നു അത്. വിസ്മൃതിയുടെ അരികുകളിൽ ഒളിച്ചിരിക്കുന്ന ഓർമ്മകളെക്കുറിച്ചുള്ള ഒരു പാട്ടായിരുന്നു അത്. മനോഹരമായ വർഷങ്ങളിൽ നിന്ന് ചില സുവർണ നിമിഷങ്ങൾ മിന്നലാട്ടം പോലെ കാണിച്ചു കൊടുക്കുകയും പിന്നീട് വേഗത്തിൽ ഓർമ്മയിൽ നിന്ന് കടന്നുപോയി വിസ്മൃതിയുടെ നിഴലുകളിലേക്ക് മടങ്ങുകയും ചെയ്യുന്ന ഒരു പാട്ടായിരുന്നു അത്. അവ്യക്തമായി നമ്മൾ കാണുമ്പോൾ ഖേദങ്ങൾ എന്ന് വിളിക്കുന്ന ചെറിയ തിളങ്ങുന്ന പാദങ്ങളുടെ നേരിയ അടയാളങ്ങൾ അത് മനസ്സിൽ അവശേഷിപ്പിച്ചു. അവൾ ഹെയർബെൽസ് നിറഞ്ഞ പഴയ വേനൽക്കാല ഉച്ചകളെക്കുറിച്ച് പാടി. ആ ഉയർന്ന ഇരുണ്ട കുന്നിൽ അവൾ പാടിയ ആ പാട്ട് നഷ്ടപ്പെട്ട ദിവസങ്ങളിലെ നനവുള്ള പ്രഭാതങ്ങളെയും സായാഹ്നങ്ങളെയും തന്റെ മാന്ത്രിക വിദ്യ കൊണ്ട് സംരക്ഷിച്ചതുപോലെ തോന്നി. അവളുടെ തീ രാത്രിയിൽ ആകർഷിച്ച ഓരോ ചെറിയ പറക്കുന്ന ജീവികളും മനുഷ്യർക്ക് നഷ്ടപ്പെട്ട ഏതെങ്കിലും ദിവസത്തിന്റെ പ്രേതമാണോ എന്നും അവളുടെ പാട്ടിന്റെ ശക്തിയാൽ മനോഹരമായ പഴയകാലത്ത് നിന്ന് വിളിച്ചു വരുത്തപ്പെട്ടതാണോ എന്നും അൽവരിക്ക് അത്ഭുതപ്പെട്ടു. അതേസമയം ഭൗമേതരമായ ആ ലോഹം കഠിനമായിക്കൊണ്ടിരുന്നു. വെളുത്ത ദ്രാവകം കട്ടിയായി ചുവന്ന നിറമായി. ചുവപ്പിന്റെ തിളക്കം കുറഞ്ഞു. അത് തണുക്കുമ്പോൾ ചുരുങ്ങി. ചെറിയ കണികകൾ ഒന്നിച്ചു ചേർന്നു. ചെറിയ വിള്ളലുകൾ അടഞ്ഞു. അവ അടഞ്ഞപ്പോൾ ചുറ്റുമുള്ള വായുവിനെ അവർ പിടിച്ചെടുത്ത് ആ വായുവിനൊപ്പം അവർ മന്ത്രത്തെയും പിടിച്ചെടുത്ത് എന്നേക്കുമായി അതിനെ മുറുകെ പിടിച്ചു. അങ്ങനെയാണത് ഒരു മാന്ത്രിക വാളായി മാറിയത്. അനിമൻ പൂക്കളുടെ കാലം മുതൽ ഇലകൾ കൊഴിയുന്നതുവരെ ഇംഗ്ലീഷ് വനങ്ങളിൽ കാണുന്ന ചെറുമാന്ത്രികതയും ആ വാളിനുണ്ടായിരുന്നു. ആടുകളും ശാന്തനായ ഇടയന്മാരും മാത്രം അലഞ്ഞുതിരിയുന്ന തെക്കൻ കുന്നുകളിലെ ചെറിയ മാന്ത്രികതയും ആ വാളിനുണ്ടായിരുന്നു. തൈമിന്റെ ഗന്ധവും ലിലാക്കിന്റെ കാഴ്ചയും ഏപ്രിലിൽ പുലർച്ചയ്ക്ക് മുമ്പ് പാടുന്ന പക്ഷികളുടെ ഗായകസംഘവും റോഡോഡെൻഡ്രനുകളുടെ ആഴമേറിയ ഗംഭീരതയും അരുവികളുടെ ചടുലതയും ചിരിയും മൈലുകളോളം പരന്നുകിടക്കുന്ന മരങ്ങളും അതിനുണ്ടായിരുന്നു. വാൾ കറുത്തപ്പോഴേക്കും അത് പൂർണ്ണമായും മാന്ത്രികതയാൽ നിറഞ്ഞിരുന്നു. ആ വാളിനെക്കുറിച്ച് എല്ലാം പറയാൻ ആർക്കും കഴിയില്ല. കാരണം അതിന്റെ ലോഹങ്ങൾ ഒരിക്കൽ ഒഴുകി നടന്ന ബഹിരാകാശ പാതകളെക്കുറിച്ചറിയുന്നവർക്ക് മാന്ത്രികത പോലുള്ള കാര്യങ്ങൾക്കായി സമയം പാഴാകാനില്ല. അതുകൊണ്ട് വാൾ എങ്ങനെ നിർമ്മിക്കപ്പെട്ടു എന്ന് അവർക്ക് പറയാൻ കഴിയില്ല. അതുപോലെ കവിത എവിടെ നിന്ന് വരുന്നു എന്നും മനുഷ്യന് പാട്ടിന്റെ ആവശ്യമെന്തെന്നും അറിയുന്നവർക്ക്, അല്ലെങ്കിൽ മാന്ത്രികതയുടെ 50 ശാഖകളിൽ ഏതെങ്കിലുമൊന്നറിയുന്നവർക്ക് ശാസ്ത്രം പോലുള്ള കാര്യങ്ങൾക്കായി സമയം പാഴാക്കാനില്ല എന്നതിനാൽ അതിലെ ചേർവകൾ എവിടെ നിന്ന് വന്നു എന്ന് അവർക്ക് പറയാൻ കഴിയില്ല. അതൊരിക്കൽ നമ്മുടെ ഭൂമിക്കപ്പുറമായിരുന്നു, ഇപ്പോൾ നമ്മുടെ ഭൗമികമായ കല്ലുകൾക്കിടയിലാണ്. അതൊരിക്കൽ ആ കല്ലുകൾ പോലെയായിരുന്നു, ഇപ്പോൾ അതിൽ മൃദുലമായ സംഗീതം പോലെ എന്തോ ഒന്നുണ്ടായിരുന്നു. അതിനെ നിർവചിക്കാൻ കഴിയുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പോൾ മന്ത്രവാദിനി കറുത്ത വാൾ അതിന്റെ പിടിയോടുകൂടെ പുറത്തെടുത്തു. ഒരു വശം ഉരുണ്ടതും കട്ടിയുള്ളതുമായ അതിന്റെ പിടിക്കുവേണ്ടി അവൾ മണ്ണിൽ ഒരു ചെറിയ കുഴിയുണ്ടാക്കിയിരുന്നു.
വിചിത്രമായ ഒരു പച്ചക്കല്ലുപയോഗിച്ച് വാളിന്റെ ഇരുവശവും ഉരച്ച് അവൾ മൂർച്ച കൂട്ടാൻ തുടങ്ങി. അതിനിടയിലും അവൾ ഒരു വിചിത്രമായ പാട്ടുപാടിക്കൊണ്ടിരുന്നു. അൽവരിക് നിശബ്ദനായി അവൾ നോക്കി നിന്നു. സമയം കണക്കാക്കാതെ അത്ഭുതപ്പെട്ടു. അത് ചില നിമിഷങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ അവയുടെ പാതകളിൽ ഒരുപാട് ദൂരം സഞ്ചരിക്കുന്ന കാലം മുഴുവനാകാം. പെട്ടെന്ന് അവൾ പൂർത്തിയാക്കി. അവൾ ഇരുകൈകളിലും വാൾ പിടിച്ച് എഴുന്നേറ്റ് നിന്നു. അവളത് അൽവരിക്കിന് നേരെ കൈമാറി. അവൾ തിരിഞ്ഞുപോയി. ആ വാൾ അല്ലെങ്കിൽ അൽവരിക്കിന് തന്റെ കൂടെ നിർത്താൻ ആഗ്രഹിച്ചതുപോലെ ഒരു നോട്ടം അവളുടെ കണ്ണുകളിലുണ്ടായിരുന്നു. അവൻ നന്ദി പറയാൻ തിരിഞ്ഞു, പക്ഷെ അവൾ പോയിരുന്നു. അവൻ ആ ഇരുണ്ട വീടിന്റെ വാതിലിൽ മുട്ടി. ഏകാന്തമായ പുൽമേട്ടിൽ മന്ത്രവാദിനി മന്ത്രവാദിനി എന്ന് വിളിച്ചു. അത് ദൂരെയുള്ള കൃഷിസ്ഥലങ്ങളിൽ കുട്ടികൾ കേട്ട് ഭയപ്പെട്ടു. പിന്നീട് അവൻ വീട്ടിലേക്ക് തിരിഞ്ഞു. അതായിരുന്നു അവന് ഏറ്റവും ഉചിതം. അധ്യായം 2. ആൽവരിക് ഇൽഫിൻ പർവ്വതങ്ങളുടെ ദൂരക്കാഴ്ചയിൽ. ഏകാന്തമായൊരു ഗോപുരത്തിന്റെ മുകളിലെ അധികം സാധനങ്ങളൊന്നുമില്ലാത്ത നീണ്ട മുറിയിലായിരുന്നു ആൽവരിക്കിന്റെ ഉറക്കം. ഉദയസൂര്യന്റെ ഒരു നേർത്ത കിരണം നേരെ ആ മുറിയിലേക്ക് കടന്നുവന്നു. അവൻ ഉണർന്നു. ഉണർന്നയുടൻ ആ മാന്ത്രികവാളിനെക്കുറിച്ചോർത്തു. ആ ഓർമ്മ അവന്റെ ഓരോ പ്രഭാതത്തെയും ആനന്ദപൂരിതമാക്കി. പുതുതായി കിട്ടിയ ഒരു സമ്മാനത്തെക്കുറിച്ചോർത്ത് സന്തോഷിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ആ വാളിനു തന്നെയൊരു പ്രത്യേക അനുഭൂതിയുണ്ടായിരുന്നു. ഒരു പക്ഷേ സ്വപ്നലോകത്തുനിന്നും വരുന്ന ചിന്തകളുമായി സംവദിക്കാൻ അതിന് എളുപ്പത്തിൽ കഴിഞ്ഞിരിക്കാം. കാരണം സ്വപ്നലോകം ആ വാളിന്റെ സ്വന്തം നാടായിരുന്നല്ലോ. എന്തുതന്നെയായാലും ഒരു മാന്ത്രികവാൾ കൈവശം വന്നവരെല്ലാം അത് പുതിയതായിരിക്കുമ്പോൾ ഈയൊരു സന്തോഷം വളരെ വ്യക്തമായി അനുഭവിച്ചിട്ടുണ്ട്. അവന് ആരോടും യാത്ര പറയാനുണ്ടായിരുന്നില്ല. തന്റെ അച്ഛൻ സ്നേഹിക്കുന്ന വാളിനേക്കാൾ മികച്ചതെന്ന് താൻ കരുതുന്ന ഒരു വാൾ എന്തിനാണ് യാത്രയിൽ കൊണ്ടുപോകുന്നതെന്ന് വിശദീകരിച്ചവിടെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് അച്ഛന്റെ കൽപ്പന ഉടനടി അനുസരിക്കുന്നതാണെന്ന് അവന് തോന്നി. അതുകൊണ്ട് പ്രഭാതഭക്ഷണം കഴിക്കാൻ പോലും നിൽക്കാതെ ഒരു തുകൽ സഞ്ചിയിൽ കുറച്ച് ഭക്ഷണമെടുത്തു. പുതിയ തുകൽ കൊണ്ടുണ്ടാക്കിയൊരു കുപ്പി തോളിൽ തൂക്കിയിട്ടു. അതിൽ വെള്ളം നിറയ്ക്കാൻ അവൻ മെനക്കെട്ടില്ല. കാരണം വഴിയിൽ ധാരാളം അരുവികളുണ്ടാകുമെന്നവനറിയാമായിരുന്നു. അച്ഛന്റെ വാൾ സാധാരണ ധരിക്കുന്നതുപോലെ അരയിൽ തിരുകയും മറ്റേ വാൾ അതിന്റെ പരുക്കൻ പിടികൊണ്ട് തോളോട് ചേർത്ത് പുറകിൽ തൂക്കിയിട്ടും അവൻ ഏൾക്കോട്ടയിൽ നിന്നും താഴ്വരയിൽ നിന്നും യാത്രയായി. കയ്യിൽ അധികം പണമൊന്നും എടുത്തില്ല. നമ്മുടെ ലോകത്തുപയോഗിക്കാൻ വേണ്ടി ഒരു പിടി ചെമ്പുനാണയങ്ങൾ മാത്രം. കാരണം സന്ധ്യയുടെ അതിർത്തിച്ചപ്പുറം ഏതുതരം നാണയമാണ് അല്ലെങ്കിൽ എന്ത് കൈമാറ്റ വ്യവസ്ഥയാണ് നിലവിലുള്ളതെന്ന് അവൻ അറിയാമായിരുന്നില്ല. ഏൾത്താഴ്വര നമുക്കറിയാവുന്ന ലോകത്തിന്റെ അതിരിനോട് വളരെ അടുത്താണ്. അവൻ കുന്നുകയറി വയലുകൾ കടന്ന് ഹെയ്സൽ മരങ്ങൾ നിറഞ്ഞ കാടുകളിലൂടെ നടന്നു. വയലുകളിലൂടെയുള്ള അവന്റെ യാത്രയിൽ നീലാകാശം അവനുമേൽ സന്തോഷത്തോടെ തിളങ്ങി. കാടുകളിലെത്തിയപ്പോഴും അവന്റെ കാൽക്കീഴിൽ അതേ നീലനിറം പരന്നുകിടന്നു. കാരണം അത് ബ്ലൂബൽ പൂക്കളുടെ കാലമായിരുന്നു. അവൻ ഭക്ഷണം കഴിച്ചു, തുകൽക്കുപ്പിയിൽ വെള്ളം നിറച്ചു, ദിവസം മുഴുവൻ കിഴക്കോട്ട് യാത്ര ചെയ്തു. സന്ധ്യയായപ്പോൾ ഇളം നീലനിറത്തിൽ ഫേറി പർവ്വതങ്ങൾ കാഴ്ചയിലേക്ക് ഒഴുകിയെത്തി. സൂര്യൻ ആൽവരിക്കിന് പിന്നിൽ അസ്തമിക്കുമ്പോൾ ആ ഇളം നീല പർവ്വതങ്ങളുടെ കൊടുമുടികൾ ഏതു വർണ്ണത്തിലാണ് സന്ധ്യയെ അത്ഭുതപ്പെടുത്തുക എന്നവൻ നോക്കി നിന്നു. എന്നാൽ അസ്തമയ സൂര്യനിൽ നിന്നും ഒരു തരിവർണ്ണം പോലും അവ സ്വീകരിച്ചില്ല. നമുക്കറിയാവുന്ന വയലുകളെല്ലാം സ്വർണം പൂശി നിൽക്കുമ്പോഴും ആ പർവ്വതങ്ങളുടെ പാറക്കെട്ടുകളിലെ ഒരു ചുളുപോലും മാഞ്ഞില്ല, ഒരു നിഴൽ പോലും കനത്തില്ല. ഇവിടെ സംഭവിക്കുന്നതൊന്നിനും ആ മാന്ത്രിക ഭൂമിയിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല എന്ന് ആൽവരിക് തിരിച്ചറിഞ്ഞു. അവയുടെ ശാന്തമായ ഇളന്നില സൗന്ദര്യത്തിൽ നിന്നും കണ്ണെടുത്ത് അവൻ നമുക്കറിയാവുന്ന വയലുകളിലേക്ക് തിരിഞ്ഞു. അവിടെ വസന്തം കൊണ്ട് മനോഹരിയായ വേലികൾക്കു മുകളിലൂടെ സൂര്യരശ്മിയിൽ തിളങ്ങുന്ന മേൽക്കുരകളോടെ മനുഷ്യരുടെ കുടിലുകൾ അവൻ കണ്ടു. സന്ധ്യയുടെ സൗന്ദര്യം വളരുന്നതിനനുസരിച്ച് അവൻ ആ കുടിലുകൾ കടന്നുപോയി. പക്ഷികളുടെ പാട്ടുകൾ, പൂക്കളിൽ നിന്ന് അലഞ്ഞു നടക്കുന്ന സുഗന്ധങ്ങൾ, പിന്നെ ഇരുണ്ടുവരുന്ന ഗന്ധങ്ങൾ. സന്ധ്യാനക്ഷത്രത്തെ സ്വീകരിക്കാൻ സന്ധ്യ ഒരുങ്ങി. എന്നാൽ ആ നക്ഷത്രം പ്രത്യക്ഷപ്പെടുന്നതിനു മുൻപ് ആ യുവാസഞ്ചാരി താൻ തിരയുന്ന കുടിൽ കണ്ടെത്തി. കാരണം അതിന്റെ വാതിലിനു മുകളിൽ വിചിത്രമായ സ്വർണ്ണാക്ഷരങ്ങളുള്ള ഉരുളലിയ തവണിയ തറവുകൾ രണ്ടും തൂങ്ങിക്കിടന്നിരുന്നു. അതാ കുടിലിലെ തനുഷക്കാരൻ ഒരു തുകൽപ്പണിക്കാരനാണെന്ന് വിളിച്ചു പറഞ്ഞു. ആൽവരിക് വാതിലിൽ മുട്ടിയപ്പോൾ പ്രായം കൊണ്ട് കൂനിപ്പോയ ഒരു ചെറിയ വൃദ്ധൻ പുറത്തുവന്നു. ആൽവരിക് സ്വയം പരിചയപ്പെടുത്തിയപ്പോൾ അയാൾ ഒന്നുകൂടി കൂനി നിന്നു. യുവാവ് തന്റെ വാളിനൊരു ഉര ആവശ്യപ്പെട്ടു. പക്ഷെ അതേതു തരം വാളാണെന്ന് പറഞ്ഞില്ല. അവർ രണ്ടുപേരും കുടിലിനുള്ളിലേക്ക് കടന്നു. അവിടെ വൃദ്ധന്റെ ഭാര്യ വലിയ അടുപ്പിനരികിലിരിപ്പുണ്ടായിരുന്നു. ആ ദമ്പതികൾ അവനെ വളരെ ബഹുമാനത്തോടെ സ്വീകരിച്ചു. വൃദ്ധൻ തന്റെ കട്ടിയുള്ള മേശക്കരികിലിരുന്നു. ആ മനുഷ്യന്റെ ജീവിതകാലം മുഴുവനും അദ്ദേഹത്തിന്റെ പിതാക്കന്മാരുടെ കാലത്തും ഉപയോഗിച്ചിരുന്ന തുകൽ കഷ്ണങ്ങളിൽ തുളവീടാൻ കൈക്കത്ത് കുഴികൾ വീണതൊഴിച്ചാൽ ആ മേശയുടെ ഉപരിതലം മേശം കൊണ്ട് തിളങ്ങി.
എന്നിട്ട് അയാൾ ആ വാൾ തന്റെ മടിയിൽ വെച്ചു. അതിന്റെ പിടിയുടെയും ഗാർഡിന്റെയും പരുക്കൻ രൂപം കണ്ട് അയാൾ അത്ഭുതപ്പെട്ടു. അവ സംസ്കരിക്കാത്ത ലോഹം കൊണ്ടായിരുന്നു. വാളിന്റെ ഭീമാകാരമായ വീതിയും അയാളെ അത്ഭുതപ്പെടുത്തി. പിന്നെ അയാൾ കണ്ണുകളിടിച്ചു ജോലിയുടെ കാര്യമോർത്തു. അല്പസമയത്തിനകം എന്തു ചെയ്യണമെന്ന് അയാൾ തീരുമാനിച്ചു. അയാളുടെ ഭാര്യ നല്ലൊരു തുകൽ കൊണ്ടുവന്നു. വാളിന്റെ വീതിയിൽ അതിനേക്കാൾ അല്പം കൂടി വീതിയിൽ അയാൾ അതിൽ മണ്ടിയിച്ചു. ആ വാളിനെക്കുറിച്ചവൻ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം അയാൾ ഒഴിഞ്ഞു പറഞ്ഞു മറുപടി പറഞ്ഞു. കാരണം അതിന്റെ യഥാർത്ഥ സ്വഭാവം പറഞ്ഞ അയാളുടെ മനസ്സിനെ കുഴപ്പിക്കാൻ അവൻ ആഗ്രഹിച്ചില്ല. അന്നു രാത്രി അവിടെ തങ്ങാൻ ഒരിടം ചോദിച്ചപ്പോൾ അവൻ ആ വൃദ്ധദമ്പതികളെ വളരെയധികം ആശക്കുഴപ്പത്തിലാക്കി. ഒരു സഹായം ചോദിച്ചത് അവരാണെന്ന മട്ടിൽ വളരെയേറെ ക്ഷമാപണങ്ങളോടെ അവർ അവന് താമസിക്കാൻ ഇടം നൽകി. അവരുടെ വലിയ പാത്രത്തിൽ നിന്ന് സമൃദ്ധമായ തട്ടായവും നൽകി. വൃദ്ധൻ കടികെട്ടിപ്പിടിക്കുന്നതെല്ലാം ആ പാത്രത്തിലുണ്ടായിരുന്നു. ആൽവരിക് എത്ര പറഞ്ഞിട്ടും അവർ തങ്ങളുടെ കിടക്ക അവനും നൽകി തങ്ങൾക്കു വേണ്ടി അടുപ്പിനരികിൽ മൃഗത്തോലുകൾ കൂട്ടിയിട്ട് ഉറങ്ങാൻ തയ്യാറെടുക്കുകയും ചെയ്തു. അത്താഴത്തിനു ശേഷം വൃദ്ധൻ തുകലിന്റെ 2 വീതിയുള്ള കഷണങ്ങൾ മുറിച്ചെടുത്തു. ഓരോന്നിന്റെയും അറ്റത്ത് ഒരു കൂർത്ത മുനയുണ്ടായിരുന്നു. എന്നിട്ട് ഇരുവശത്തും അവയെ ഒരുമിച്ച് തുന്നിച്ചേർക്കാൻ തുടങ്ങി. അപ്പോൾ ആൽവരിക്ക് വഴിയെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങി. തുകൽപ്പണിക്കാരൻ വടക്കിനെയും തെക്കിനെയും പടിഞ്ഞാറിനെയും വടക്ക് കിഴക്കിനെക്കുറിച്ച് പോലും സംസാരിച്ചു. പക്ഷേ കിഴക്കിനെക്കുറിച്ചോ തെക്ക് കിഴക്കിനെക്കുറിച്ചോ ഒരു വാക്കുപോലും മിണ്ടിയില്ല. നമുക്കറിയാവുന്ന ലോകത്തിന്റെ അറ്റത്താണ് അയാൾ താമസിച്ചിരുന്നത്. എന്നിട്ടും അതിനപ്പുറമുള്ള ഒന്നിനെക്കുറിച്ചും അയാളോ അയാളുടെ ഭാര്യയോ ഒന്നും പറഞ്ഞില്ല. ആൽവരിക്കിന്റെ നാളത്തെ യാത്ര എങ്ങോട്ടാണോ അവിടെ ലോകം അവസാനിക്കുന്നുവെന്നാണ് അവർ കരുതിയിരുന്നതെന്ന് തോന്നി. പിന്നീട് അവർ നൽകിയ കിടക്കയിൽ കിടന്ന് വൃദ്ധൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ചപ്പോൾ ആൽവരിക്കിന് ചിലപ്പോൾ അയാളുടെ അജ്ഞതയിൽ അത്ഭുതം തോന്നി. എന്നാൽ മറ്റു ചിലപ്പോൾ കിഴക്കോ തെക്കുകിഴക്കോ ഉള്ള ഒന്നിനെക്കുറിച്ചും ഒരു വാക്കുപോലും പറയാതെ ആ വൈകുന്നേരം മുഴുവൻ അവർ ഒഴിഞ്ഞുമാറിയത് ഒരു തരം കഴിവായിരിക്കുമോ എന്നും അവൻ അത്ഭുതപ്പെട്ടു. തന്റെ ചെറുപ്പകാലത്ത് വൃദ്ധൻ അവിടെ പോയിട്ടുണ്ടാകുമോ എന്ന് അവൻ സംശയിച്ചു. പക്ഷേ പോയിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് കണ്ടതെന്ന് ഊഹിക്കാൻ പോലും അവന് കഴിഞ്ഞില്ല. പിന്നെ ആൽവറിക്ക് ഉറക്കത്തിലേക്ക് വഴുതി വീണു. സ്വപ്നങ്ങൾ അവന് വൃദ്ധന്റെ ഫെയർലാൻഡിലെ അലച്ചിലുകളെക്കുറിച്ച് സൂചനകളും ഊഹങ്ങളും നൽകി. പക്ഷേ അവൻ അപ്പോഴുവരെ ഉണ്ടായിരുന്ന വഴികാട്ടികളേക്കാൾ മികച്ചതൊന്നും നൽകിയില്ല. ആ വഴികാട്ടികളാകട്ടെ എൽഫിൻ പർവ്വതങ്ങളുടെ ഇളം നീല കൊടുമുടികളായിരുന്നു. അവൻ ഒരുപാട് നേരം ഉറങ്ങിയതിനു ശേഷം വൃദ്ധൻ അവനെ വിളിച്ചുണർത്തി. അവൻ മുറിയിലേക്ക് വന്നപ്പോൾ നല്ല തീ കത്തുന്നുണ്ടായിരുന്നു. അവന്റെ പ്രഭാതഭക്ഷണം തയ്യാറായിരുന്നു. വാളുറയും നിർമ്മിച്ചു കഴിഞ്ഞു. അത് വാളിന് കൃത്യമായി പാകമായി. വൃദ്ധദമ്പതികൾ നിശബ്ദരായി അവനെ പരിചരിച്ചു. വാളുറയുടെ പണം വാങ്ങി. പക്ഷേ അവരുടെ ആതിഥ്യത്തിന് ഒന്നും സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല. അവൻ പോകാനായി എഴുന്നേറ്റപ്പോൾ അവർ നിശബ്ദരായി നോക്കിനിന്നു. വാതിൽ വരെ ഒരു വാക്കുപോലും മിണ്ടാതെ അവനെ അനുഗമിച്ചു. പുറത്തും അവർ അവനെ തന്നെ നോക്കിനിന്നു. അവൻ വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിയുമെന്നവർ വ്യക്തമായി പ്രതീക്ഷിച്ചു. എന്നാൽ അവൻ തിരിഞ്ഞ് എൽഫിൻ പർവ്വതങ്ങളെ ലക്ഷ്യമാക്കി നടന്നപ്പോൾ അവർ അവനെ നോക്കുന്നത് നിർത്തി. കാരണം അവരുടെ മുഖം ഒരിക്കലും ആ ദിശയിലേക്ക് തിരിഞ്ഞിരുന്നില്ല. അവർ അവനെ നോക്കുന്നില്ലെങ്കിലും അവൻ വിടവാങ്ങാനായി കൈവേശി. കാരണം ആൽവറിക്കിന് ആ ലളിതരായ മനുഷ്യരുടെ കുടിലുകളോടും വയലുകളോടും ഒരു പ്രത്യേകം ഇഷ്ടമുണ്ടായിരുന്നു. അവർക്ക് ആ മാന്ത്രിക ദേശങ്ങളോട് തോന്നാത്തതൊന്ന്. കുട്ടിക്കാലം മുതൽ പരിചിതമായ കാഴ്ചകളിലൂടെ അവൻ തിളങ്ങുന്ന പ്രഭാതത്തിൽ നടന്നു. ബ്ലൂബെൽ പൂക്കളുടെ കാലം കഴിഞ്ഞുവെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നേരത്തെ പൂത്ത ചുവന്ന ഓർക്കിഡുകൾ അവൻ കണ്ടു. ഓക്കുമരത്തിന്റെ ചെറിയ ഇളം നില ഇലകൾക്ക് അപ്പോഴും തവിണ്ണ കലർന്ന മഞ്ഞ നിറമായിരുന്നു. പുതിയ ബീച്ച് ഇലകൾ പീച്ചളം പോലെ തിളങ്ങി. അവിടെ കുയിൽ വ്യക്തമായി പാടുന്നുണ്ടായിരുന്നു. ഒരു ബിഡ്സുമരം പച്ചനിറത്തിലുള്ള നേർത്ത തുണികൊണ്ട് സ്വയം അലങ്കരിച്ച ഒരു വന്യജീവിയെപ്പോലെ തോന്നിപ്പിച്ചു. ചില കുറ്റിച്ചെടികളിൽ മെയ് മാസത്തിലെ പൂമുട്ടുകൾ വിരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ഈ കാഴ്ചകളോടെല്ലാം ആൽവറിക് മനസ്സിൽ വീണ്ടും വീണ്ടും വിടചൊല്ലി. കുയിലതിന്റെ പാട്ടു തുടർന്നു. അതവനുവേണ്ടിയായിരുന്നില്ല. പിന്നീട് ഒരു വേലിയിലൂടെ ശ്രദ്ധിക്കാതെ കിടക്കുന്ന ഒരു വയലിലേക്ക് അവൻ കടന്നപ്പോൾ പെട്ടെന്ന് അവന്റെ മുന്നിൽ അച്ഛൻ പറഞ്ഞതുപോലെ സന്ധിയുടെ അതിർവരമ്പ് പ്രത്യക്ഷപ്പെട്ടു. അതവന്റെ മുന്നിലെ വയലുകളെ കുറുകെ വെള്ളം പോലെ നീലിച്ചും ഘനത്തും കാണപ്പെട്ടു. അതിലൂടെ കാണുന്ന വസ്തുക്കൾക്ക് രൂപമാറ്റം സംഭവിച്ചതായും തിളങ്ങുന്നതായും തോന്നി.
അവൻ ഒരിക്കൽ കൂടി നമുക്കറിയാവുന്ന വയലുകളിലേക്ക് തിരിഞ്ഞുനോക്കി. കുയിൽ അപ്പോഴും അലസമായി പാടിക്കൊണ്ടിരുന്നു. ഒരു ചെറിയ പക്ഷി തന്റെ സ്വന്തം കാര്യങ്ങളെക്കുറിച്ച് പാടി. തന്റെ വിടവാങ്ങലിന് മറുപടി തറിയുന്നതും ശ്രദ്ധിക്കുന്നതുമില്ല എന്ന് കണ്ടപ്പോൾ ആൽവറിക്ക് ധൈര്യമായി സന്ധ്യയുടെ ആ നീണ്ട നിരകളിലേക്ക് കാലെടുത്തുവെച്ചു. അടുത്തുള്ള ഒരു വയലിൽ ഒരാൾ കുതിരകളെ വിളിക്കുന്നുണ്ടായിരുന്നു. തൊട്ടടുത്ത വഴിയിൽ ആളുകൾ സംസാരിക്കുകയുമുണ്ടായിരുന്നു. ആൽവറിക്ക് സന്ധ്യയുടെ കോട്ടയിലേക്ക് കാലെടുത്തുവെച്ചതും ആ ശബ്ദങ്ങളെല്ലാം മങ്ങി ദൂരെ നിന്നെന്ന പോലെ നേർത്ത ഒരു മൂഴൽ മാത്രമായി അവനേൽപ്പിച്ചു. ഏതാനും ചുവടുകൾക്കുള്ളിൽ അവൻ അതിലൂടെ കടന്നുപോയി. അപ്പോൾ നമുക്കറിയാവുന്ന ലോകത്തിൽ നിന്ന് ഒരു നേർത്ത ശബ്ദം പോലും കേൾക്കാനുണ്ടായിരുന്നില്ല. അവൻ കടന്നുവന്ന വയലുകൾ പെട്ടെന്ന് അവസാനിച്ചിരുന്നു. പുതിയ പച്ചപ്പുൾ കൊണ്ട് തിളങ്ങിനിന്ന വേലികളുടെ ഒരു തുമ്പുപോലും അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ തിരിഞ്ഞുനോക്കി. ആ അതിർവരമ്പ് താഴ്ന്നതും മേഘങ്ങൾ നിറഞ്ഞതും പുകപിടിച്ചതുമായി തോന്നി. അവൻ ചുറ്റും നോക്കി. പരിചിതമായ ഒന്നും കണ്ടില്ല. മേയ് മാസത്തിന്റെ ഭംഗിക്ക് പകരം എൽഫ്ലാൻഡിലെ അത്ഭുതങ്ങളും മായാദൃശ്യങ്ങളും നിറഞ്ഞിരുന്നു. ഇളനീലപർവ്വതങ്ങൾ അവയുടെ പ്രൗഢിയിൽ ഗാംഭീര്യത്തോടെ നിന്നു. കൊടുമുടികളിൽ നിന്ന് താളത്തിൽ ഒഴുകുന്നതുപോലെ തോന്നിക്കുന്ന ഒരു സ്വർണ്ണവെളിച്ചത്തിൽ അവ തിളങ്ങുകയും ഇളകുകയും ചെയ്തു. ആ സ്വർണ്ണവെളിച്ചം താഴ്വാരങ്ങളെ സ്വർണ്ണക്കാറ്റുകൊണ്ട് നിറച്ചു. അവയ്ക്ക് താഴെയായി, ദൂരെയായി, പാട്ടുകളിൽ മാത്രം കേട്ടിട്ടുള്ള കൊട്ടാരത്തിന്റെ വെള്ളിച്ചില്ലുകൾ പോലുള്ള ഗോപുരങ്ങൾ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്നത് അവൻ കണ്ടു. അവൻ വിചിത്രമായ പൂക്കളും ഭീമാകാരമായ മരങ്ങളുമുള്ള ഒരു സമതലത്തിലായിരുന്നു. വെള്ളിഗോപുരങ്ങളെ ലക്ഷ്യമാക്കി അവൻ ഉടനെ തന്നെ യാത്ര തുടങ്ങി. തങ്ങളുടെ ഭാവനകളെ നമുക്കറിയാവുന്ന ലോകത്തിന്റെ അതിരുകൾക്കുള്ളിൽ വിവേകപൂർവം സൂക്ഷിക്കുന്നവരോട് ആൽവറിക് എത്തിച്ചേർന്ന നാടിനെക്കുറിച്ച് വിവരിക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. ചിതറിക്കിടക്കുന്ന മരങ്ങളുള്ള ആ സമതലവും ദൂരെ എൽഫ്ലാൻഡ് കൊട്ടാരത്തിന്റെ തിളങ്ങുന്ന ഗോപുരങ്ങൾ ഉയർന്നുവന്ന ഇരുണ്ട വനവും അതിനു മുകളിലും അപ്പുറത്തുമായി നമ്മൾ കാണുന്ന ഒരു പ്രകാശത്തിൽ നിന്നും നിറം പിടിക്കാത്ത കൊടുമുടികളുള്ള ശാന്തമായ ആ പർവ്വതനിരയും അവരുടെ മനസ്സിൽ കാണാൻ കഴിയുന്ന രീതിയിൽ പറഞ്ഞുതരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും നമ്മുടെ ഭാവനകൾ ദൂരെ യാത്ര ചെയ്യുന്നത് ഈയൊരു ലക്ഷ്യത്തിനു വേണ്ടിത്തന്നെയാണ്. എന്റെ തെറ്റുകൊണ്ട് എന്റെ വായനക്കാരന് എൽഫ്ലാൻഡിലെ കൊടുമുടികൾ സങ്കൽപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്റെ ഭാവന നമുക്കറിയാവുന്ന ലോകത്ത് തന്നെ ഒതുങ്ങുന്നതായിരുന്നു ഭേദം. അതുകൊണ്ട് അറിയുക, എൽഫ്ലാൻഡിൽ നമ്മുടെ വയലുകളിലുള്ളതിനേക്കാൾ ഗാഢമായ നിറങ്ങളുണ്ട്. അവിടുത്തെ വായുവിനുപോലും ആഴത്തിലുള്ള ഒരു തിളക്കമുണ്ട്. അവിടെ കാണുന്ന എല്ലാ വസ്തുക്കൾക്കും ജൂൺ മാസത്തിൽ നമ്മുടെ മരങ്ങളും പൂക്കളും വെള്ളത്തിൽ പ്രതിഫലിക്കുമ്പോൾ കാണുന്നതുപോലുള്ള ഒരു ഭംഗിയുണ്ട്. എൽഫ്ലാൻഡിന്റെ നിറം വിവരിക്കാൻ ഞാൻ നിരാശപ്പെട്ട ആ നിറം ഒരുപക്ഷേ പറയാൻ കഴിഞ്ഞേക്കും. കാരണം അതിന്റെ സൂചനകൾ നമുക്കിവിടെയുണ്ട്. വേനൽക്കാല രാത്രിയിലെ സന്ധ്യ മാഞ്ഞയുടനെയുള്ള ആഴത്തിലുള്ള നീല, ശുക്രന്റെ ഇളം നീലപ്രകാശം സന്ധ്യയെ നിറയ്ക്കുന്നത്, സന്ധ്യാസമയത്തെ തടാകങ്ങളുടെ ആഴങ്ങൾ, ഇവയെല്ലാം ആ നിറത്തിന്റെ സൂചനകളാണ്. നമ്മുടെ സൂര്യകാന്തികൾ ശ്രദ്ധയോടെ സൂര്യനിലേക്ക് തിരിയുമ്പോൾ റോഡോഡെൻഡ്രോണുകളുടെ ഏതെങ്കിലും പൂർവികൻ അല്പം എൽഫ്ലാൻഡിലേക്ക് തിരിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ആ പ്രൗഢി ഇന്നും അവയോടൊപ്പം നിലനിൽക്കുന്നത്. എല്ലാറ്റിനുമുപരിയായി നമ്മുടെ ചിത്രകാരന്മാർക്ക് ആ നാടിന്റെ പല കാഴ്ചകളും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ചിത്രങ്ങളിൽ നമ്മുടെ ലോകത്തിന് അപ്പുറമുള്ള ഒരു മാന്ത്രിക സൗന്ദര്യം നാം കാണാറുണ്ട്. അത് നമുക്കറിയാവുന്ന വയലുകൾ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇളം നീലപർവ്വതങ്ങളുടെ പഴയ ഏതെങ്കിലും കാഴ്ചയിൽ നിന്ന് അവരുടെ ഓർമ്മയിലേക്ക് കടന്നുവന്നതാണ്. അങ്ങനെ ഇവിടെ അവ്യക്തമായി ഓർമ്മിക്കപ്പെടുന്ന കാഴ്ചകൾ പ്രചോദനമാകുന്ന ആ നാടിന്റെ തിളക്കമുള്ള വായുവിലൂടെ ആൽവറിക് നടന്നു. പെട്ടെന്ന് അവന്റെ ഏകാന്തത കുറഞ്ഞതായി അവനു തോന്നി. കാരണം നമുക്കറിയാവുന്ന ലോകത്ത് മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കുമിടയിൽ വ്യക്തമായ ഒരു അതിർവരമ്പുണ്ട്. അതുകൊണ്ട് നമ്മുടെ വർഗത്തിൽ നിന്ന് ഒരു ദിവസം അകന്നുനിന്നാൽ പോലും നമുക്ക് ഏകാന്തത അനുഭവപ്പെടും. എന്നാൽ സന്ധ്യയുടെ അതിർത്തി കടന്നയുടനെ ആ അതിർവരമ്പ് മാഞ്ഞുപോയതായി ആൽവറിക്ക് കണ്ടു. പുൽമേട്ടിലൂടെ നടക്കുന്ന കാക്കകൾ അവനെ കൗതുകത്തോടെ നോക്കി. ഇങ്ങനെയൊരു ദിക്കിൽ നിന്ന് വളരെ കുറച്ചുപേർ മാത്രം വരുന്നതുകൊണ്ട് ആരാണ് വന്നതെന്ന് കാണാൻ
എല്ലാത്തരം ചെറിയ ജീവികളും ആകാംക്ഷയോടെ എത്തിനോക്കി. വളരെ കുറച്ചുപേർ മാത്രം മടങ്ങിവരുന്ന ഒരു യാത്ര പോകുന്നവനെ കാണാൻ അവരെത്തിനോക്കി. കാരണം അൽഫ്ലാൻഡിലെ രാജാവ് തന്റെ മകളെ നന്നായി കാത്തുസൂക്ഷിച്ചിരുന്നു. അതെങ്ങനെയെന്നറിയില്ലെങ്കിലും ആൽവറിക്കിനതറിയാമായിരുന്നു. ആ കുഞ്ഞിക്കണ്ണുകളിലെല്ലാം സന്തോഷകരമായ ഒരു താൽപ്പര്യത്തിന്റെ തിളക്കമുണ്ടായിരുന്നു. അതോടൊപ്പം ഒരു മുന്നറിയിപ്പിന്റെ ഭാവവും. ഒരുപക്ഷേ സന്ധ്യയുടെ അതിർത്തിക്ക് ഇപ്പുറത്തുള്ളതിനേക്കാൾ കുറഞ്ഞ രഹസ്യങ്ങളേ ഇവിടെയുണ്ടായിരുന്നുള്ളൂ. കാരണം ചില പ്രത്യേക വെളിച്ചത്തിലും കാലത്തിലും നമുക്കറിയാവുന്ന ലോകത്ത് ഓക്കുമരങ്ങളുടെ വലിയ തായ്തടികൾക്ക് പിന്നിൽ എന്തെങ്കിലും ഒളിച്ചിരിക്കുന്നതുപോലെ ഇവിടെ തോന്നിയില്ല. കുന്നികളുടെ മറുവശത്ത് ഒരു വിചിത്രതയും ഒളിച്ചിരുന്നില്ല. ഇരുണ്ട വനങ്ങളിലും ഒന്നും സ്ട്രൗഹിച്ചിരുന്നില്ല. ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ളതെന്തും അവിടെ വ്യക്തമായി കാണാനായിരുന്നു. എന്ത് വിചിത്രതയുണ്ടെങ്കിലും അത് യാത്രക്കാരന്റെ മുന്നിൽ പൂർണ്ണമായി പരന്നുകിടന്നു. ഇരുണ്ട വനങ്ങളെ സ്ട്രാവുഹിക്കുന്ന ജന്തും അവിടെ പട്ടാപ്പകൽ ജീവിച്ചു. ആ നാടിനുമേൽ മാന്ത്രികത അത്രമാത്രം ശക്തിയായി പരന്നുകിടന്നതുകൊണ്ട് മൃഗങ്ങൾക്കും മനുഷ്യനും പരസ്പരം അർത്ഥങ്ങൾ ഊഹിക്കാൻ കഴിഞ്ഞെന്നു മാത്രമല്ല, മനുഷ്യനിൽ നിന്ന് മരങ്ങളിലേക്കും മരങ്ങളിൽ നിന്ന് മനുഷ്യനിലേക്കും എത്തുന്ന ഒരു തരം ധാരണയുണ്ടായിരുന്നതായി തോന്നി. പുൽമേട്ടിൽ ആൽവറിക് ഇടയ്ക്കിടെ കടന്നുപോയ ഏകാന്തമായ പയൻമരങ്ങൾ, പഴയ ഏതെങ്കിലും സൂര്യാസ്തമയത്തിൽ നിന്ന് മാന്ത്രികമായി ലഭിച്ച ചുവന്ന പ്രകാശത്തിൽ എപ്പോഴും തിളങ്ങുന്ന അവയുടെ തായ്തടികൾ, കൈകൾ അരയിൽ വെച്ച് അവനെ നോക്കാനായി അല്പം ചരിഞ്ഞു നിൽക്കുന്നതുപോലെ തോന്നി. മാന്ത്രികത അവയെ പിടികൂടുന്നതിനു മുമ്പ് അവ എപ്പോഴും മരങ്ങളല്ലായിരുന്നു, അവയ്ക്കവനോട് എന്തോ പറയാനുണ്ടായിരുന്നുവെന്നും തോന്നി. എന്നാൽ ആൽവറിക് മൃഗങ്ങളിൽ നിന്നോ മരങ്ങളിൽ നിന്നുള്ള മുന്നറിയിപ്പുകൾ ശ്രദ്ധിച്ചില്ല. മാന്ത്രിക വനത്തിലേക്ക് അവൻ യാത്ര തുടർന്നു. അധ്യായം 3. മാന്ത്രിക വാൾ യക്ഷിലോകത്തെ വാളുകളെ നേരിടുന്നു. ആൽവറിക് ആ മാന്ത്രിക വനത്തിലെത്തിയപ്പോഴും യക്ഷിലോകത്തെ ആകെ പൊതിഞ്ഞുനിന്ന ആ പ്രകാശത്തിന് മങ്ങലോ വർധനവോ ഉണ്ടായിരുന്നില്ല. നമുക്കു പരിചിതമായ ലോകത്തെ വയലുകളിൽ കാണുന്ന ഏതെങ്കിലും പ്രഭയല്ലതെന്ന് അവന് മനസ്സിലായി. അത്ഭുതകരമായ ചില നിമിഷങ്ങളിൽ നമ്മുടെ പുൽമേടുകളെ അമ്പരപ്പിച്ചുകൊണ്ട് പൊടുന്നനെ പ്രത്യക്ഷപ്പെടുകയും വന്നപോലെ മാഞ്ഞുപോവുകയും ചെയ്യുന്ന അലഞ്ഞുതിരിയുന്ന പ്രകാശനാളങ്ങൾ ഒരുപക്ഷേ മാന്ത്രികതയുടെ എന്തോ താളപ്പിഴയിൽ യക്ഷിലോകത്തിന്റെ അതിർത്തി കടന്നെത്തിയതാവാം. സൂര്യനോ ചന്ദ്രനോ ആയിരുന്നില്ല ആ മാന്ത്രിക ദിനത്തിന് വെളിച്ചം നൽകിയത്. കറുത്തിരുണ്ട ഇലച്ചാർത്തുകൾ വരെ പടർന്നുകയറിയ ഐവിവള്ളികളോടുകൂടിയ പൈൻമരങ്ങൾ കാവൽക്കാരെപ്പോലെ വനത്തിന്റെ അതിരിൽ നിലയുറപ്പിച്ചിരുന്നു. യക്ഷിലോകം നീന്തിത്തുടിക്കുന്ന ആ നീലപ്രഭ മുഴുവൻ പുറപ്പെടുവിക്കുന്നത് ആ വെള്ളിഗോപുരങ്ങളാണെന്ന് തോന്നും. യക്ഷിലോകത്തിന്റെ ഉള്ളറകളിലേക്കൊരുപാട് ദൂരം സഞ്ചരിച്ച് അതിന്റെ തലസ്ഥാന നഗരിയായ കൊട്ടാരത്തിനു മുന്നിലെത്തിയ ആൽവറിക് യക്ഷിലോകം അതിന്റെ രഹസ്യങ്ങൾ എത്രമാത്രം കാത്തുസൂക്ഷിക്കുന്നുണ്ടെന്നറിഞ്ഞതുകൊണ്ട് വനത്തിലേക്ക് കടക്കും മുൻപ് അച്ഛന്റെ വാൾ ഉറയിൽ നിന്നൂരി. മറ്റേ വാൾ പുതിയ ഉറയിലിട്ട് ഇടതു തോളിലൂടെ പിന്നിലേക്ക് തൂക്കിയിട്ടിരുന്നു. ആ കാവൽ മരങ്ങളിലൊന്നിനെ കടന്നുപോയ നിമിഷം അതിൽ പടർന്നുനിന്ന ഐവിവള്ളികൾ തങ്ങളുടെ പിടിവിടുവിച്ച് അതിവേഗം താഴേക്കിറങ്ങി ആൽവറിക്കിന്റെ കഴുത്തിൽ ചുറ്റിപ്പിടിക്കാൻ പാഞ്ഞടുത്തു. അച്ഛന്റെ നേർത്ത നീളൻ വാൾ ശരിയായ സമയത്ത് തന്നെ അവന്റെ കയ്യിലുണ്ടായിരുന്നു. അത് ഊരെപ്പിടിച്ചിരുന്നില്ലെങ്കിൽ ആ ഐവിവള്ളികളുടെ കുതിപ്പിൽ വാളെടുക്കാൻ പോലും അവന് സാധിച്ചുമായിരുന്നില്ല. പഴയ കോട്ടകളെ വരിഞ്ഞുമുറുക്കുന്ന ഐവിവള്ളികളെപ്പോലെ തന്റെ കൈകാലുകളെ പിടികൂടിയ ഓരോ വള്ളികളെയും അവൻ വെട്ടിമാറ്റി. അപ്പോഴും കൂടുതൽ വള്ളികൾ അവനു നേരെ വന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ അവനും മരത്തിനും ഇടയിലുള്ള അതിന്റെ പ്രധാന തണ്ട് അവൻ വെട്ടിമുറിച്ചു. അത് ചെയ്യുമ്പോഴാണ് പിന്നിൽ നിന്ന് ഒരു ചീറ്റൽ ശബ്ദം അവൻ കേട്ടത്. മറ്റൊരു മരത്തിൽ നിന്നടുത്ത വള്ളി അതിന്റെ ഇലകളെല്ലാം വിടർത്തി അവനു നേരെ പാഞ്ഞുവരികയായിരുന്നു. ആ പച്ചപിടിച്ച രൂപം അവന്റെ ഇടതുതോളിനെ എന്നേക്കുമായി പിടിച്ചു നിർത്താനെന്നോണം കോപത്തോടെയും വന്യതയോടെയും മുറുകെ പിടിച്ചു. എന്നാൽ ആൽവറിക് തന്റെ വാളിന്റെ ഒറ്റവീട്ടിൽ ആ വള്ളികളെ മുറിച്ചുമാറ്റി. ആദ്യത്തെ വള്ളിക്ക് ജീവനുണ്ടായിരുന്നെങ്കിലും മുറിഞ്ഞുപോയതുകൊണ്ട് അവനിലേക്കെത്താൻ നീളമില്ലായിരുന്നു. അത് ദേഷ്യത്തോടെ നിലത്തടിച്ചു പൊളഞ്ഞു. പെട്ടെന്നുണ്ടായ ആക്രമണത്തിന്റെ അമ്പരപ്പ് മാറിയപ്പോൾ തന്നെ വരിഞ്ഞുമുറുക്കിയ വള്ളികളിൽ നിന്നെല്ലാം മോചിതനായ ആൽവറിക് പിന്നോട്ടുമാറി. ഐവിവള്ളികൾക്ക് എത്താൻ കഴിയാത്ത ദൂരത്തുനിന്ന് തന്റെ നീണ്ടൻ വാളുകൊണ്ട് അവയെ നേരിടാൻ അവനു കഴിഞ്ഞു.
അവനെ വശീകരിച്ച് അടുത്തേക്ക് കൊണ്ടുവരാനായി ഐവി വള്ളികൾ പിന്നോട്ടിഴഞ്ഞു. അവൻ അടുത്തു ചെന്നപ്പോൾ അവനു നേരെ ചാടി വീണു. ഐവിയുടെ പിടി ഭയാനകമായിരുന്നെങ്കിലും അതൊരു മൂർച്ചയേറിയ നല്ല വാളായിരുന്നു. താമസിയാതെ ദേഹമാസകം മുറിവേറ്റിരുന്നെങ്കിലും ആൽവറിക് തന്റെ എതിരാളിയെ വെട്ടിയൊതുക്കി. അതതിന്റെ മരത്തിലേക്ക് തിരികെ ഇഴഞ്ഞുപോയി. അപ്പോൾ അവൻ പിന്നോട്ടു മാറി. തന്റെ പുതിയ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ആ വനത്തിലൂടെ ഒരു വഴി തെരഞ്ഞു. പോരാട്ടത്തിൽ മുന്നിലുണ്ടായിരുന്ന 2 പൈൻ മരങ്ങളിലെ ഐവി വള്ളികൾക്ക് ഒരുപാട് നീളം കുറഞ്ഞിട്ടുണ്ടെന്നും ആ 2 മരങ്ങൾക്കുമിടയിലൂടെ പോയാൽ 2ലെയും വള്ളികൾക്ക് തന്നിലേക്ക് എത്താനാവില്ലെന്നും അവൻ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. അവൻ മുന്നോട്ട് കാലെടുത്തു വെച്ചതും ഒരു പൈൻമരം മറ്റേതിനടുത്തേക്ക് നീങ്ങുന്നത് അവൻ ശ്രദ്ധിച്ചു. തന്റെ മാന്ത്രികവാൾ പുറത്തെടുക്കാനുള്ള സമയം വന്നിരിക്കുന്നുവെന്നവൻ അപ്പോൾ മനസ്സിലായി. അച്ഛന്റെ വാൾ അരയിലെ ഉറയിൽ തിരിച്ചുവെച്ച് തോളിൽ തൂക്കിയിരുന്ന വഴി മറ്റേ വാൾ അവൻ വലിച്ചെടുത്തു. നീങ്ങിയ മരത്തിനടുത്തേക്ക് നേരെ ചെന്ന് തനിക്ക് നേരെ ചാടിയ ഐവി വള്ളികളെ അവൻ വെട്ടി. ആ നിമിഷം ഐവി വള്ളികൾ നിലത്തു വീണു. ജീവനില്ലെങ്കിലും അവ വെറുമൊരു സാധാരണ ഐവി വള്ളികളുടെ കൂമ്പാരമായി മാറി. പിന്നീടവൻ ആ മരത്തിന്റെ താഴ്ത്തണ്ടിൽ ഒരൊറ്റ വെട്ടുകൊടുത്തു. ഒരു സാധാരണ വാൾ ഉണ്ടാക്കുന്നതിനേക്കാൾ വലിയ മുറിവൊന്നുമുണ്ടായില്ല. പക്ഷേ ആ മരം ആകെ വിറച്ചു. ആ വിറയലോടെ പൈൻമരത്തിനുണ്ടായിരുന്ന ഭയാനകമായ രൂപം അപ്രത്യക്ഷമായി. അതൊരു സാധാരണ മന്ത്രബാധയില്ലാത്ത മരമായി അവിടെ നിന്നു. വാളൂരിപ്പിടിച്ചുകൊണ്ട് അവൻ കാട്ടിലൂടെ മുന്നോട്ടു നടന്നു. ഏതാനും ചുവടുകൾ വെച്ചപ്പോഴേക്കും മരങ്ങളുടെ തലപ്പുകളിൽ ഒരു നേരിയ കാറ്റടിക്കുന്നതുപോലെയുള്ള ഒരു ശബ്ദം അവൻ പിന്നിൽ കേട്ടു. എന്നാൽ ആ കാട്ടിൽ കാറ്റേ വീശുന്നില്ലായിരുന്നു. അവൻ തിരിഞ്ഞുനോക്കി. പൈൻമരങ്ങൾ തന്നെ പിന്തുടരുന്നത് കണ്ടു. അവ പതുക്കി അവന്റെ പിന്നാലെ വരികയായിരുന്നു. അവന്റെ വാളിന്റെ പരിധിയിൽ നിന്ന് ഒഴിഞ്ഞുമാറിക്കൊണ്ട്, എന്നാൽ ഇടത്തും വലതും അവ അവനെ മറികടക്കുകയും ചെയ്യുന്നു. മരങ്ങൾക്കിടയിലൂടെ തിങ്ങിക്കൂടി കട്ടിയേറുന്നൊരു ചന്ദ്രക്കലയുടെ രൂപത്തിൽ അവ തന്നെ വലയം ചെയ്യുന്നു എന്ന് താമസിയാതെ ഞെരിച്ചു കൊല്ലുമെന്നും അവന് മനസ്സിലായി. തിരിഞ്ഞുപോകുന്നത് ആപത്താണെന്നും തിരിച്ചറിഞ്ഞ ആൽവറിക് വേഗതയെ ആശ്രയിച്ച് മുന്നോട്ട് കുതിക്കാൻ തീരുമാനിച്ചു. കാരണം ആ വനത്തെ നിയന്ത്രിക്കുന്ന മാന്ത്രിക ശക്തിക്ക് ഒരുതരം വേഗത കുറവുണ്ടെന്ന് തന്റെ സൂക്ഷ്മബുദ്ധി തിരിച്ചറിഞ്ഞിരുന്നു. ഒരുപക്ഷേ അതിനെ നിയന്ത്രിക്കുന്നത് പ്രായമായവനോ മന്ത്രവാദത്തിൽ മടുത്തവനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ ശ്രദ്ധ തിരിച്ചിരിക്കുന്നവനോ ആയിരിക്കാം. അതുകൊണ്ട് അവൻ നേരെ മുന്നോട്ടുപോയി. വഴിയിൽ കണ്ട മന്ത്രബാധയുള്ളതും ഇല്ലാത്തതുമായ ഓരോ മരത്തിലും അവൻ തന്റെ മാന്ത്രിക വാളുകൊണ്ട് ഓരോ വെട്ടുകൊടുത്ത്. സൂര്യനപ്പുറത്തു നിന്നുവന്ന ആ ലോഹത്തിൽ കുത്തിയെടുത്ത മന്ത്രങ്ങൾ ആ വനത്തിലെ ഏതൊരു മന്ത്രത്തെക്കാളും ശക്തമായിരുന്നു. ഭീമാകാരമായ ഓക്കുമരങ്ങൾ പോലും ആ മാന്ത്രികവാളിന്റെ ഉരുവെട്ടേറ്റ് ആൽവറിക് കടന്നുപോയപ്പോൾ അവയുടെ മന്ത്രശക്തിയെല്ലാം നഷ്ടപ്പെട്ട് തലകുനിച്ചു നിന്നു. വിചിത്രവും ഭയാനകവുമായ ആ വനത്തിൽ മന്ത്രവിമുക്തമായ ഒരു കൂട്ടം മരങ്ങളെ പിന്നിലാക്കി അവൻ മുന്നോട്ടു കുതിച്ചു. അവ ഇപ്പോൾ യാതൊരു നിഗൂഢതയും പ്രണയഭാവവുമില്ലാതെ അവിടെ നിന്നു. പെട്ടെന്ന് ആ വനത്തിന്റെ ഇരുട്ടിൽ നിന്ന് അവൻ യക്ഷരാജാവിന്റെ മരതക പുൽമേടുകളുടെ ശോഭയിലേക്ക് എത്തിച്ചേർന്നു. അത്തരം കാഴ്ചകളുടെ സൂചനകൾ നമുക്കും ഇവിടെ ലഭിക്കാറുണ്ട്. രാത്രിയിൽ നിന്ന് ഉണർന്നെണീൽക്കുന്ന നമ്മുടെ പുൽമേടുകളെ സങ്കൽപ്പിക്കുക. എല്ലാ നക്ഷത്രങ്ങളും മാഞ്ഞുപോകുമ്പോൾ മഞ്ഞുതുള്ളികളിൽ നിന്ന് പ്രഭാത കിരണങ്ങൾ തിളങ്ങുന്നു. രാത്രിക്ക് ശേഷം സൗമ്യമായ നിറങ്ങൾ തിരികെ വരുന്ന പൂക്കൾ അതിരിടുന്നു. ചെറുതും വന്യവുമായ കാലടികളല്ലാതെ മറ്റൊന്നും അവിടെ പതിഞ്ഞിട്ടില്ല. ഇലച്ചാർത്തുകളിൽ ഇരുട്ടു തങ്ങി നിൽക്കുന്ന മരങ്ങൾ കാട്ടിൽ നിന്നും ലോകത്തിൽ നിന്നും അതിനെ മറച്ചുപിടിക്കുന്നു. പക്ഷികൾ പാടാനായി കാത്തിരിക്കുന്ന ഈ പുൽമേടികളെ സങ്കൽപ്പിക്കുക. അവിടെ ചിലപ്പോൾ യക്ഷലോകത്തെ പുൽമേടുകളുടെ തിളക്കത്തിന്റെ ഒരു നേരിയ സൂചനയുണ്ടാകും. എന്നാൽ അത് വളരെ വേഗത്തിൽ മാഞ്ഞുപോകുന്നതുകൊണ്ട് നമുക്കൊരിക്കലും ഉറപ്പിക്കാൻ കഴിയില്ല. നമ്മുടെ ഭാവനകൾക്കതീതമായ സൗന്ദര്യവും നമ്മുടെ ഹൃദയങ്ങൾ കൊതിച്ചതിനേക്കാൾ മനോഹരവുമായിരുന്നു ആ പുൽമേടുകൾ തിളങ്ങി നിന്ന മഞ്ഞുതുള്ളി വെളിച്ചവും സന്ധ്യാപ്രഭയും. അവയെക്കുറിച്ച് സൂചന നൽകാൻ നമുക്ക് മറ്റൊരു കാര്യമുണ്ട്. മെഡിറ്ററേനിയൻ പാറകളെ അലങ്കരിക്കുന്ന കടൽപ്പായലുകൾ. ഉയരമുള്ള പാറക്കെട്ടുകളിൽ നിന്ന് നോക്കുന്നവർക്കായി നീലയും പച്ചയും കലർന്ന വെള്ളത്തിൽ നിന്ന് തിളങ്ങുന്നു. നമ്മുടെ കരയേക്കാൾ കടലിന്റെ അടിത്തട്ടുപോലെയായിരുന്നു ആ പുൽമേടുകൾ. കാരണം യക്ഷലോകത്തെ വായു അത്രയും ആഴമുള്ളതും നീലനിറമുള്ളതുമാണ്. സന്ധ്യയിലും മഞ്ഞിലും തിളങ്ങുന്ന ആ പുൽമേടുകളുടെ സൗന്ദര്യത്തിൽ ആൽവറിക് കണ്ണെടുക്കാതെ നിന്നു. അതിനു ചുറ്റും യക്ഷലോകത്തെ പൂക്കൾ ചുവപ്പും നീലയും കലർന്ന ശോഭയോടെ നിറഞ്ഞു നിന്നു. അതിനു മുന്നിൽ നമ്മുടെ സൂര്യാസ്തമയങ്ങൾ വിളറിപ്പോവുകയും ഓർക്കിഡുകൾ വാടിപ്പോവുകയും ചെയ്യും. അവയ്ക്കപ്പുറം മാന്ത്രികവനം രാത്രി പോലെ പരന്നുകിടന്നു. ആ വനത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പുൽമേടുകളിലേക്ക് തുറന്നുവച്ച തിളങ്ങുന്ന വാതിലുകളോടും
വേനൽക്കാല രാത്രികളിലെ നമ്മുടെ ആകാശത്തേക്കാൾ നീലനിറമുള്ള ജനലുകളോടും കൂടിയ നക്ഷത്രവെളിച്ചം കൊണ്ട് നിർമ്മിച്ചതുപോലെയുള്ള ആ കൊട്ടാരം പാട്ടുകളിൽ മാത്രം വർണ്ണിക്കാൻ കഴിയുന്ന ഒന്നായി തിളങ്ങി നിന്നു. ആൽവറിക് വാളുമായി വനത്തിന്റെ അരികിൽ ശ്വാസമടക്കിപ്പിടിച്ച് യക്ഷലോകത്തിന്റെ പ്രധാന മഹത്വത്തിലേക്ക് കണ്ണും നട്ടു നിൽക്കുമ്പോൾ കൊട്ടാരവാതിലുകളിലൊന്നിലൂടെ യക്ഷരാജാവിന്റെ മകൾ തരിച്ചു പുറത്തേക്ക് വന്നു. ആൽവരിക്കിനെ കാണാതെ അവൾ പുൽമേടുകളിലേക്ക് നടന്നു. അവളുടെ പാദങ്ങൾ മഞ്ഞിലും കനത്ത വായുവിലും തട്ടി മരതകപ്പുല്ലിനെ ഒരു നിമിഷം മൃദുവായി ചലോടി. ചോക്കുകുന്നുകളിലൂടെ അലഞ്ഞു നടക്കുന്ന നീലചിത്രശലഭങ്ങൾ വന്നിരിക്കുമ്പോൾ താഴ്ന്നു പോകുന്നതും അവ പറന്നുപോകുമ്പോൾ ഉയർന്നുവരികയും ചെയ്യുന്ന നമ്മുടെ മുടിപ്പൂവുകയെപ്പോലെ ആ പുല്ല് വളയുകയും നിവരുകയും ചെയ്തു. അവൾ കറന്നുപോകുമ്പോൾ അവൻ ശ്വാസമെടുക്കുകയോ അനങ്ങുകയോ ചെയ്തില്ല. ആ പൈൻമരങ്ങൾ ഇപ്പോഴും അവനെ പിന്തുടരുകയായിരുന്നുവെങ്കിൽ പോലും അവനെ അനങ്ങാൻ കഴിഞ്ഞില്ല. എന്നാൽ അവ ആ പുൽമേടുകളെ തൊടാൻ ധൈര്യമില്ലാതെ വനത്തിൽ തന്നെ നിന്നു. വലിയ ഇളംനീലക്കല്ലുകൾ കൊണ്ട് കൊത്തിയെടുത്തതുപോലെയുള്ള ഒരു കിരീടം അവൾ ധരിച്ചു. ദീർഘനയ നരക്കിനു ശേഷം സൂര്യനോട് നമ്മളെക്കാൾ അടുത്തുള്ള ഏതെങ്കിലും ഗ്രഹത്തിൽ അപ്രതീക്ഷിതമായി ഉദിച്ചുയരുന്ന ഒരു പ്രഭാതം പോലെ അവൾ ആ പുൽമീടുകളിലും പൂന്തോട്ടങ്ങളിലും തിളങ്ങി നിന്നു. ആൽവറിക്കിന്റെ അരികിലൂടെ കടന്നുപോകുമ്പോൾ അവൾ പെട്ടെന്ന് തലതിരിച്ചു. അവളുടെ കണ്ണുകൾ ചെറിയൊരു അത്ഭുതത്തിൽ വിടർന്നു. നമുക്ക് പരിചിതമായ ലോകത്തുനിന്ന് ഒരു പുരുഷനെ അവൾ ഇതിനു മുൻപ് കണ്ടിട്ടില്ല. ആൽവറിക് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നിശബ്ദനും നിസ്സഹായനുമായി നിന്നു. അത് തീർച്ചയായും ലിറാസൽ രാജകുമാരിയായിരുന്നു, അവളുടെ എല്ലാ സൗന്ദര്യത്തോടെ. അപ്പോഴാണ് അവൻ കണ്ടത്, അവളുടെ കിരീടം നീലോ അഗദ്ദികൾ കൊണ്ടല്ല, മറിച്ചു മഞ്ഞുകട്ടകൾ കൊണ്ടാണെന്ന്. നീ ആരാണ്? അവൾ ചോദിച്ചു. അവളുടെ വാക്കുകൾക്ക് ഭൗതികമായ കാര്യങ്ങളിൽ, വടക്കൻ രാജ്യങ്ങളിലെ തടാകങ്ങളിൽ വസന്തകാലത്തെ കാറ്റിലിളകുന്ന ആയിരക്കണക്കിന് മഞ്ഞുകട്ടകൾ പൊട്ടുന്ന സംഗീതമായിരുന്നു. അവൻ പറഞ്ഞു, ഭൂപടങ്ങളിൽ രേഖപ്പെടുത്തിയ അറിയപ്പെട്ട ലോകത്തു നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ അവൾ ഒരു നിമിഷം ആ ലോകത്തെ ഓർത്ത് നെടുവീർപ്പെട്ടു. കാരണം അവിടെ ജീവിതം എത്ര മനോഹരമായി കടന്നുപോകുന്നുവെന്നും ആ ലോകത്തിൽ എപ്പോഴും നേതേൻ തലമുറകളുണ്ടെന്നും അവൾ കേട്ടിരുന്നു. ക്ഷണിക വെല്ലുമായ മേംസങ്ങളെക്കുറിച്ചും കുട്ടികളെക്കുറിച്ചും വാർദ്ധക്യത്തെക്കുറിച്ചും അവൾ ഓർത്തു. ഭൂമിയെക്കുറിച്ച് പാടുമ്പോൾ യക്ഷഗായകർ പാടിയ കഥകൾ. നമുക്കറിയാവുന്ന ലോകത്തിനായി അവൾ നെടുവീർപ്പിട്ടത് കണ്ടപ്പോൾ അവൻ വന്ന ദേശത്തെക്കുറിച്ച് അവൾ അവളോട് കുറച്ചൊക്കെ പറഞ്ഞു. അവൾ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചു. താമസിയാതെ അവൻ തന്റെ വീടിനെയും ഏൾത്താഴ്വരെയും കുറിച്ചുള്ള കഥകൾ അവളോട് പറയാൻ തുടങ്ങി. അത് കേട്ടവൾ അത്ഭുതപ്പെട്ടു. അവനോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അവൻ ഭൂമിയെക്കുറിച്ച് തനിക്കറിയാവുന്നതെല്ലാം അവളോട് പറഞ്ഞു. തന്റെ 20 വർഷത്തെ ജീവിതത്തിൽ കണ്ട കാര്യങ്ങൾ മാത്രം വെച്ച് ഭൂമിയുടെ കഥ പറയാൻ അവൻ മുതിരുന്നില്ല. മറിച്ച് മൃഗങ്ങളുടെയും മനുഷ്യരുടെയും രീതികളെക്കുറിച്ചുള്ള കഥകളും ഐതിഹ്യങ്ങളും പറഞ്ഞു. ഏളിലെ ജനങ്ങൾ കാലങ്ങളിൽ നിന്ന് രൂപപ്പെടുത്തിയെടുത്തതും വൈകുന്നേരങ്ങൾ കുട്ടികൾ പണ്ടത്തെ കഥകൾ ചോദിക്കുമ്പോൾ മുതിർന്നവർ തീയിടരികിലിരുന്ന് പറഞ്ഞുകൊടുക്കുന്നതുമായ കഥകൾ. അങ്ങനെ നമുക്കറിയാത്ത പൂക്കളാൽ അതിരിടപ്പെട്ട അദ്ഭുത പുൽമേടുകളുടെ അരികിൽ പിന്നിൽ മാന്ത്രിക വനവും പാട്ടുകളിൽ മാത്രം വർണ്ണിക്കാൻ കഴിയുന്ന കൊട്ടാരവും സമീപം തെവങ്ങി നിൽക്കെ അവർ പ്രായമുള്ളവരുടെ ലളിതമായ ജ്ഞാനത്തെക്കുറിച്ച് സംസാരിച്ചു. വിളവെടുപ്പിനെക്കുറിച്ചും റോസാപ്പൂക്കളുടെയും മേമാസത്തെ പൂക്കളുടെയും വിടരലിനെക്കുറിച്ചും തോട്ടങ്ങളിൽ എപ്പോൾ നടണമെന്നും വന്യമൃഗങ്ങൾക്കെന്തറിയാമെന്നുമെല്ലാം അവർ സംസാരിച്ചു. എങ്ങനെ സുഖപ്പെടുത്താം, എങ്ങനെ വിതയ്ക്കാം, എങ്ങനെ മേൽക്കൂരമേയാം, ഏതൊക്കെ കാറ്റുകൾ ഏതൊക്കെ മേംസങ്ങളിൽ നമുക്കറിയാവുന്ന ലോകത്തിൽ വീശുന്നു എന്നതിനെക്കുറിച്ചുമെല്ലാം അവർ സംസാരിച്ചു. അപ്പോഴാണ് ആ മാന്ത്രിക വനത്തിലൂടെ ആരെങ്കിലും വന്നാൽ കൊട്ടാരത്തിന് കാവൽ നിൽക്കുന്ന ആ യോദ്ധാക്കൾ പ്രത്യക്ഷപ്പെട്ടത്. 4 പേർ തിളങ്ങുന്ന കവചമണിഞ്ഞ് പുൽമേടുകളിലൂടെ നടന്നുവന്നു. അവരുടെ മുഖങ്ങൾ കാണാൻ കഴിഞ്ഞില്ല. അവരുടെ മാന്ത്രികമായ നൂറ്റാണ്ടുകളുടെ ജീവിതത്തിൽ അവർക്ക് രാജകുമാരിയെക്കുറിച്ച് സ്വപ്നം കാണാൻ പോലും ധൈര്യമുണ്ടായിരുന്നില്ല. അവളുടെ മുന്നിൽ ആയുധങ്ങളുമായി മുട്ടുകുത്തുമ്പോൾ അവർ ഒരിക്കലും മുഖം മറച്ചിരുന്നില്ല. എന്നിട്ടും മാന്ത്രിക വനത്തിലൂടെ മറ്റൊരാൾ വന്നാൽ അവനൊരിക്കലും അവളോട് സംസാരിക്കാൻ പാടില്ലെന്ന ഭയാനകമായ വാക്കുകളിൽ അവർ സത്യം ചെയ്തിരുന്നു. ആ സത്യം ഇപ്പോൾ ചുണ്ടുകളിൽ പേറി അവർ ആൽവറിക്കിന് നേരെ മടന്നു. ലിറാസൽ ദുഃഖത്തോടെ അവരെ നോക്കി. പക്ഷേ അവരെ തടയാൻ അവൾക്ക് കഴിഞ്ഞില്ല. കാരണം അവർ വന്നത് അവളുടെ അച്ഛന്റെ കൽപ്പന പ്രകാരമായിരുന്നു. അത് അവൾക്ക് തടയാൻ കഴിയില്ലായിരുന്നു. തന്റെ അച്ഛന് ആ കൽപ്പന പിൻവലിക്കാൻ കഴിയില്ലെന്നും അവൾക്ക് നന്നായി അറിയാമായിരുന്നു. കാരണം യുഗങ്ങൾക്ക് മുൻപ് വിധിയുടെ നിർദ്ദേശപ്രകാരം
അദ്ദേഹം അത് ഉച്ചരിച്ചതായിരുന്നു. ആൽവറിക് അവരുടെ കവചത്തിലേക്ക് നോക്കി. അത് നമ്മുടേതിനേക്കാൾ തിളക്കമുള്ള ലോഹം കൊണ്ടുണ്ടാക്കിയതാണെന്ന് തോന്നി. പാട്ടുകളിൽ മാത്രം പറയുന്ന അടുത്തുള്ള ഏതെങ്കിലും കോട്ടയിൽ നിന്ന് വന്നതുപോലെ. എന്നിട്ടവൻ അച്ഛന്റെ വാൾ ഊരി അവർക്ക് നേരെ നടന്നു. കവചത്തിന്റെ ഏതെങ്കിലും വിടവിലൂടെ അതിന്റെ നേർത്ത മുന കയറ്റാണെന്ന് അവൻ കരുതി. മറ്റേ വാൾ അവൻ ഇടത് കൈയിൽ പിടിച്ചു. ആദ്യത്തെ യോദ്ധാവ് വെട്ടിയപ്പോൾ ആൽവറിക് തടുത്തു. പക്ഷേ അവന്റെ കൈയിലേക്ക് ഒരു മിന്നൽ പിണർ പോലെ ആഘാതമുണ്ടായി. വാൾ കൈയിൽ നിന്ന് തെറിച്ചുപോയി. ഭൗമികമായ ഒരു വാളിനും യക്ഷലോകത്തെ ആയുധങ്ങളെ നേരിടാൻ കഴിയില്ലെന്ന് അവൻ മനസ്സിലാക്കി. മാന്ത്രിക വാൾ വലത് കൈയിലെടുത്തു. അതുകൊണ്ടവൻ ലിറാസൽ രാജകുമാരിയുടെ കാവൽക്കാരുടെ വെട്ടുകൾ തടുത്തു. അങ്ങനെ ആ 4 യോദ്ധാക്കൾ യക്ഷലോകത്തിന്റെ യുഗങ്ങളത്രയും ഈ അവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നു. ആ വാളുകളിൽ നിന്നും അവന് ആഘാതമുണ്ടായില്ല, മറിച്ച് സ്വന്തം വാളിന്റെ ലോഹത്തിൽ ഒരു പാട്ടുപോലെ കടന്നുപോയ ഒരു പ്രകമ്പനം. അതിൽ നിന്ന് ഒരുതരം തിളക്കമുയർന്നു. അത് ആൽവരിക്കിന്റെ ഹൃദയത്തിലെത്തി അവന് ധൈര്യം പകർന്നു. എന്നാൽ ആൽവരിക് കാവൽക്കാരുടെ വേഗതയേറിയ വെട്ടുകൾ തടുത്തുകൊണ്ടിരുന്നപ്പോൾ മിന്നലിന്റെ വർഗത്തിൽപ്പെട്ട ആ വാളിന് ഈ പ്രതിരോധം മടുത്തു. കാരണം അതിന്റെ സത്തയിൽ വേഗതയും സാഹസികമായ യാത്രകളുമായിരുന്നു. അത് ആൽവരിക്കിന്റെ കൈകളെ തന്നോടൊപ്പം ഉയർത്തി യക്ഷയോദ്ധാക്കൾക്ക് നേരെ വെട്ടുകൾ വീശി. യക്ഷലോകത്തിന്റെ കവചത്തിന് അതിനെ തടഞ്ഞു നിർത്താനായില്ല. കട്ടിയുള്ളതും വിചിത്രവുമായ രക്തം കവചത്തിലെ വിള്ളലുകളിലൂടെ ഒഴുകാൻ തുടങ്ങി. താമസിയാതെ ആ തിളങ്ങുന്ന സംഘത്തിലെ 2 പേർ വീണു. വാളിന്റെ ആവേശത്തിൽ പ്രോത്സാഹിതനായ ആൽവറിക് ധൈര്യമായി പോരാടി താമസിയാതെ മറ്റൊരാളെയും വീഴ്ത്തി. അതോടെ അവനും കാവൽക്കാരിൽ ഒരാളും മാത്രം ശേഷിച്ചു. വീണുപോയ കൂട്ടുകാർക്ക് നൽകിയതിനേക്കാൾ ശക്തമായ എന്തോ മാന്ത്രിക ശക്തി അയാൾക്കുള്ളതായി തോന്നി. അത് ശരിയായിരുന്നു. കാരണം യക്ഷരാജാവ് ആദ്യമായി കാവൽക്കാരെ മന്ത്രം കൊണ്ട് ബന്ധിച്ചപ്പോൾ ഈ യക്ഷസൈനികനെയാണ് ആദ്യം മന്ത്രിച്ചത്. അന്ന് അദ്ദേഹത്തിന്റെ മന്ത്രങ്ങൾക്കെല്ലാം പുതുമയുണ്ടായിരുന്നു. ആ സൈനികനും അവന്റെ കവചത്തിനും വാളിനും ആ ആദ്യകാല മാന്ത്രികതയുടെ അംശം ഇപ്പോഴുമുണ്ടായിരുന്നു. അത് യജമാനന്റെ മനസ്സിൽ നിന്ന് പിന്നീട് വന്ന മന്ത്രവാദ പ്രചോദനങ്ങളെക്കാൾ ശക്തമായിരുന്നു. എന്നിട്ടും ആൽവരിക്കിന് താമസമില്ലാതെ തന്റെ കൈയിലൂടെയും വാളിലൂടെയും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ പഴയ മന്ത്രവാദിലി കുന്നിൻമുകളിൽ വാളുണ്ടാക്കിയപ്പോൾ പറഞ്ഞ 3 പ്രധാന മന്ത്രങ്ങളിലൊന്നും ഈ യോദ്ധാവിനില്ലായിരുന്നു. കാരണം അവ യക്ഷരാജാവ് സ്വന്തം സാന്നിധ്യത്തെ സംരക്ഷിക്കാനായി ഉച്ചരിക്കാതെ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. അവയുടെ നിലനിൽപ്പിനെക്കുറിച്ച് അറിയണമെങ്കിൽ അവൾ ചൂലിൽ പറന്ന് യക്ഷലോകത്തെത്തി രാജാവുമായി രഹസ്യമായി സംസാരിച്ചിരിക്കണം. ഭൂമി സന്ദർശിച്ച ആ വാൾ ഇടിവെട്ടുപോലെ വെട്ടി. കവചത്തിൽ നിന്ന് പച്ചത്തീപ്പൊരികൾ ഉയർന്നു. വാളുകൾ കൂട്ടിമുട്ടിയപ്പോൾ ചുവന്നതും. കട്ടിയുള്ള യക്ഷരക്തം വിശാലമായ വിള്ളലുകളിലൂടെ കവചത്തിന് താഴേക്ക് പതുക്കെ ഒഴുകാൻ തുടങ്ങി. ലിറാസൽ ഭയത്തോടും അത്ഭുതത്തോടും സ്നേഹത്തോടും കൂടി നോക്കി നിന്നു. പോരാളികൾ പോരാടിക്കൊണ്ട് വനത്തിലേക്ക് നീങ്ങി. അവരുടെ പോരാട്ടത്തിൽ വെട്ടിമാറ്റപ്പെട്ട മരച്ചില്ലകൾ അവർക്ക് മുകളിലേക്ക് വീണു. ആൽവരിക്കിന്റെ ദൂരയാത്ര ചെയ്ത വാളിലെ മന്ത്രങ്ങൾ ആഹ്ലാദിച്ചു. യക്ഷയോദ്ധാവിന് നേരെ അലറി. അവസാനം വനത്തിന്റെ ഇരുട്ടിൽ മന്ത്രവിമുക്തമായ മരങ്ങളുടെ മുറിഞ്ഞ ശാഖകൾക്കിടയിൽ ഒരു ഓക്കുമരത്തെ പിളർക്കുന്ന ഇടിമിന്നലുപോലെ ഒരു വെട്ടുകൊണ്ട് ആൽവരിക്ക് അവനെ കൊന്നു. ആ ഇടിയടിച്ചു മുഖേനയും ആ നിശബ്ദതയിലും ലിറാസൽ അവന്റെ അടുത്തേക്ക് ഓടിയെത്തി. വേഗമാകട്ടെ, അവൾ പറഞ്ഞു. എന്റെ അച്ഛന് 3 മന്ത്രങ്ങളുണ്ട്. അവൾക്ക് അവയെക്കുറിച്ച് സംസാരിക്കാൻ ധൈര്യമുണ്ടായിരുന്നില്ല. എവിടേക്ക്? ആൽവരിക്ക് ചോദിച്ചു. അവൾ പറഞ്ഞു, നിനക്കറിയാവുന്ന ആ ലോകത്തേക്ക്.